ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു ഡേ വിത്ത് സ്റ്റാർ. അങ്ങനെ ഈ ശബ്ദം വെച്ച് വീണ്ടും ഡേ വിത്ത് സ്റ്റാറിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. ഇവിടെ ആരുടെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ സ്റ്റാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം പുള്ളിക്കാരൻ കുറേ വില്ലൻ വേഷങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പറയുമ്പോൾ ഒക്കെ ഫുൾ അശകനാണല്ലോ. ഓക്കെ, അപ്പോൾ സംഭവം പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത് മൊത്തം ഭയങ്കര വില്ലൻ വേഷങ്ങളാണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാം പുള്ളിക്കാരൻ ഭയങ്കര പാവമാണെന്നുള്ളതും ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനുമാണ്. പുള്ളിക്കാരൻ്റെ ചിരി ഭയങ്കര അട്രാക്ഷനാണ്. പക്ഷേ കിട്ടിയ കഥാപാത്രങ്ങളിലൊന്നും ചിരി അധികമില്ല, എപ്പോഴും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ പുള്ളി എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും നമ്മളിന്ന് പോകുന്ന ഒരു ആക്ടറിൻ്റെ അടുത്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ കൂടെ ഒരുമിച്ചൊരു ഷോയിലും വർക്ക് ചെയ്യുന്ന ഒരു ബഡീൻ്റെ അടുത്താണ് ഞാൻ പോകുന്നത്. കൊച്ചിയിലുള്ള നമ്മുടെ ജിഷിൻ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ജിഷിൻ ചേട്ടൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു എന്താ പറയുക, കലാകുടുംബം തന്നെയാണ് ജിഷിൻ ചേട്ടനും ഭരത ചേച്ചി ആണെങ്കിലും. എന്തായാലും ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി രണ്ടുപേരുടെയും ഡേറ്റ് കിട്ടുമെന്നുണ്ട്. രണ്ടുപേരും സീരിയലിൽ ഒരുപാട് തിരക്കുള്ള ആൾക്കാരായിട്ട് ഇവർ ഒരുമിച്ച് ഒരു ദിവസം എനിക്ക് കിട്ടാറില്ല. ഫൈനലി അതായത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഷൂട്ടിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു നമുക്ക് ഷൂട്ട് ഫിക്സ് ചെയ്യാം, ഐ എം കമ്മിങ്. കാരണം ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് അറിയണം എന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ജിഷിൻ ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ന് നമ്മൾ മേളിൽ ചെല്ലുന്നു, ജിഷിൻ ചേട്ടനെ മീറ്റ് ചെയ്യുന്നു, ജിഷിൻ ചേട്ടൻ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ മണി പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഈസ് ഡേ വിത്ത് സ്റ്റാർ വിത്ത് ജിഷിൻ മോഹൻ. ഗുഡ് മോർണിംഗ് അളിയാ. വേണേ മതി, എനിക്ക് വേണേ ഒറ്റ സിമ്പിളായിട്ട് പറയുന്നത് ജിഷിൻ മോഹൻ ആണെന്ന്. ഇത് കുറഞ്ഞു പോയെന്ന് നീ പേര് പറഞ്ഞപ്പോ ഉണ്ടല്ലോ ഒരു തിരക്കില്ലാത്ത റോഡിൽ കൂടെ വണ്ടിയോട് വണ്ടിയാണ്. ഇങ്ങനെയാണോ നിന്നെ പറയാൻ പഠിപ്പിച്ചു വെച്ചത്? കേറി വാടി ഇങ്ങോട്ട്. ഞാൻ നീ ഇത്ര പെട്ടെന്ന് കേറിയാ നീ? ഞാനും ജിഷിൻ ചേട്ടൻ എന്ന് പറഞ്ഞാല് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇതേ ആള് വന്നു, വിളിക്കാൻ ആള് വന്നു. ജിഷിൻ ചേട്ടന്റെ പഴയ കോമഡി ആക്രിയ. അയ്യോ, ഒരു അണ്ണനെ കണ്ടോ നിങ്ങൾ ഇത്രയും പേടിച്ചത് മരിച്ച? ഞാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്യാനൊക്കെ ആത്മാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ എപ്പിസോഡിന് വന്നപ്പോ ഒരു ജിഷിൻ ചേട്ടൻ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഇല്ലേ? ഒരിക്കലും നീ താഴത്തുനിന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഉള്ളതല്ലേ പറഞ്ഞേ? ഉള്ളതോ? ഞാൻ ഇത്ര പറയാനാണോ പറഞ്ഞത്? കുറച്ചും കൂടി കേറ്റി പറയണ്ടായിരുന്നു. വിളിക്കുമ്പോ ഫോൺ കൊടുക്കില്ല, എന്നിട്ട് വാട്സാപ്പ് ഇപ്പൊ വിളിക്കാവേ എന്ന് പറഞ്ഞു. ഞാൻ വാട്സാപ്പിൽ അയച്ചില്ല, എന്നെ പുകഴ്ത്തി പറയണം, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിന്റെ അടുത്ത് ഈ പുകഴ്ത്തി പറയാൻ പ്രത്യേകിച്ച് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ, ഇതാണ് ജിഷിൻ മോഹൻ. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യമില്ല. ഞാനും ജിഷിൻ ചേട്ടൻ, എനിക്ക് ഞാൻ കൊച്ചിലുള്ളപ്പോൾ മുതൽ ജിഷിൻ ചേട്ടനെ കാണുന്നതാണ്. ഇത് പുകഴ്ത്തലല്ല, ഇത് പുകഴ്ത്തലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നമ്മൾ ഇപ്പോഴാണ് വീണ്ടും ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആത്മബന്ധവും സൗഹൃദവും ഒക്കെ വെച്ചിട്ട് എനിക്ക് ജിഷിൻ ചേട്ടനെ തല്ലാൻ കൊല്ലാം അതിനുള്ള എല്ലാ അവകാശവും ഇവിടെ ചേച്ചിയും തന്നിട്ടുണ്ട്, ഞങ്ങളുടെ അവിടുത്തെ ഷോ പ്രൊഡ്യൂസറും തന്നിട്ടുണ്ട്. ഈ ഇടയ്ക്കായിട്ട് കുറച്ച് മസിലൊക്കെ വെച്ച് വന്നേക്കുവാണ്. ഇതേ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാ, അത് ഇന്നത്തെ ഒരു ദിവസമാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതല്ല പരിപാടി. എനിക്ക് നിങ്ങളുടെ ഡേ ടു ഡേ അറിയാം, പക്ഷേ പ്രേക്ഷകർക്ക് അറിയില്ല. ഇന്നത്തെ ദിവസം നമ്മുടെ ഗസ്റ്റ് എലീനയാണ്. നമുക്ക് എലീന് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ എന്റെ വീട്ടിൽ. എന്തായാലും ജിഷിൻ ചേട്ടനല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഞാനല്ല ഉണ്ടാക്കുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? വരദേച്ചിയല്ലെന്ന് എനിക്കറിയാം. അവളല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ ചേച്ചിയാണ്. നമ്മുടെ ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാം. അതെ, നമുക്കേ അറിയുള്ളൂ നമ്മൾ വൻ അലമ്പാണെന്ന്. നാട്ടുകാരുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ ഭയങ്കര ഗസ്റ്റും ഞാൻ ആങ്കറായിട്ട് വന്നേക്കുന്ന ആളുമാണ്. ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. പുട്ടുണ്ട്, കടലയുണ്ട്, പപ്പടമുണ്ട്, പഴം. ഇതിലെന്താ ഇവിടെ പറയുന്നത്? പഴം പുഴുങ്ങിയത്. പഴം പുഴുങ്ങിയതുണ്ട്. പക്ഷെ പ്ലേറ്റിൽ കഴിച്ചു. അയ്യോ, പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടില്ല ചേച്ചി. 2 പ്ലേറ്റ് ചേച്ചി എന്ന് പറയുമ്പോൾ വരദേച്ചി ചൂട്. ഞാൻ വിചാരിച്ചു ഈശ്വര വരദേച്ചി വന്നിട്ട് ചെയ്തിട്ട് തരാം. ചേച്ചിയെ പരിചയപ്പെടുത്തേ. ചേച്ചിയുടെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയാം. ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അലമ്പ് ആരാണ് ആദ്യം ചോദിക്കുന്നത്? ഏറ്റവും അലമ്പ് എന്റെ സൗണ്ട് ഇല്ലാത്ത എന്തോ ഭാഗ്യം. എന്റെ ഭാഗ്യം. ചേച്ചിയുടെ പേരെങ്ങനെയാ? മാധവി. ഈ വീട്ടിലെ ഏറ്റവും അലമ്പ് ഇവരുടെ മോനാണോ ജിഷിൻ ചേട്ടനാണോ? അല്ല, ജിഷിൻ ചേട്ടനോ? ഞങ്ങളുടെ അവിടെ ഷൂട്ടിന് സ്വസ്ഥ തരില്ല. മല്ലിയില ഇടാണ്ട് ഫുഡ് ഉണ്ടാക്കണം. പിന്നെ മല്ലിയുടെ മണം പോലും പറ്റില്ല.
പിന്നെ ഫുഡാണെങ്കിൽ വെജിറ്റേറിയൻ മാത്രമേ പറ്റുള്ളൂ. ഭയങ്കര ശല്യം, ഇട്ടെറിഞ്ഞ് പൊക്കൂടെ, എന്തിനാ നിൽക്കുന്നത്? പാവാണോ ജിഷിൻ ചേട്ടൻ? കുഴപ്പമില്ല. കുഴപ്പമില്ല, അതറിഞ്ഞാൽ മതി. കുഴപ്പമില്ല. എത്ര വർഷമായി ഇവിടെ ചേച്ചി? ചേച്ചി ആണോ? അടിപൊളി. എന്നുവെച്ചാല് നമ്മുടെ മോന്റെ കാര്യങ്ങളെല്ലാം ചേച്ചി പാലക്കാടാണ്. പിന്നെ മോന്റെ കാര്യങ്ങളെല്ലാം നോക്കുക. അവൻ വിളിക്കുന്ന ബാമ എന്നാ വിളിക്കുക. മാധവി എന്നുള്ള പേരാണ്. അത് മാധവി എന്നുള്ള അവനെ കിട്ടാത്തോണ്ട് മാധവി അമ്മ എന്നുള്ള വിളിച്ചിട്ട് അവൻ ചുരുങ്ങി ബാമ 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 എന്നായി. അങ്ങനെയാണ്. അങ്ങനെ അവന്റെ കാര്യങ്ങൾ മുഴുവൻ ചേച്ചി പോയി കഴിഞ്ഞാൽ അവനാണ് മിസ്സിങ്. ചേച്ചി വരുന്നവരെ കാത്തേക്കും. ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം രണ്ടാളും കൂടി റൂമിലിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിലും ദിവസവും ഒരു സെഷൻ ഉണ്ട് ചേച്ചിയായിട്ട്. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഭാഷ വേറെ ആർക്കും അങ്ങനെ പിടിക്കില്ല. അത് അവർക്ക് മാത്രമേ രണ്ടുപേർക്ക് കറക്റ്റായിട്ട് അറിയാം. നമുക്ക് തൽക്കാലം ചായ കൊണ്ടുവരണം. ഇടക്ക് ചായയും കൊണ്ട് വന്നു. എങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നീ വന്നത് പ്രമാണിച്ച് ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇല്ല, അത് ഞാൻ ഷൂട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് ആ സ്ഥലത്തെത്തുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വളരെ കുറവുണ്ട്. കുറേ വൃത്തിയൊക്കെ സ്വഭാവങ്ങളുണ്ട്. അതാണ് ഫുഡ് കഴിക്കുന്നത്. നമ്പർ 1 വരെ ഈ സംഭവമാണ്. അത് മല്ലിയില ഉണ്ടെങ്കിൽ കഴിക്കില്ല. എന്നിട്ട് എനിക്ക് കൊണ്ടുവരുന്ന ഫുഡിൽ നമ്മൾ ഷെയർ ചെയ്യും. ബിക്കോസ് ഞാനും ഇങ്ങനെ ഷൂട്ടിന്റെ സമയത്ത് വെജാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന സമയത്ത് വെജ് കൊണ്ടുവരുമ്പോൾ എന്താണെങ്കിലും ആദ്യം മണത്ത് വെക്കും. കാരണം മല്ലിയില ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് മല്ലിയില ഇത്ര വെറുക്കാൻ കാരണം എന്താണോ എനിക്ക് അതിന്റെ മണം ഇഷ്ടമല്ല. ഞാൻ കൊച്ചിലിങ്ങാൻ എന്തെങ്കിലും കഴിച്ച് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ടുണ്ടോ? അതിന് ഇല്ല, എനിക്കത് ശീലമില്ല. നമ്മുടെ വീട്ടിൽ പണ്ടേ യൂസ് ചെയ്യാറില്ല. പിന്നെ പെട്ടെന്ന് എല്ലാവരും വെജാണ്. എല്ലാവരും വെജാണ്, ആരും കഴിക്കില്ല. അപ്പം വീട്ടിൽ ഇതുവരെ യൂസ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ബാംഗ്ലൂരിലൊക്കെ പോയപ്പോഴാണ് ആകെ പെട്ടുപോയത്. എന്ന് വെച്ചാൽ അവിടെയൊക്കെ പായസത്തിൽ വരെ വേണമെങ്കിൽ അവർ മേത്തി ലീവ്സും ഇല്ല, കുഴപ്പമില്ല. മല്ലിയില, സ്പ്രിംഗ് ഒനിയൻ, സെലറി, ഇത് ചൈനീസിലെ ഏറ്റവും കൂടുതൽ ഇടുന്ന സാധനങ്ങൾ. അതിട്ട് ഞാൻ കർണാടകത്തിൽ പോയിട്ട് ഞാൻ ആദ്യം പഠിച്ച വാക്ക് അതായിരുന്നു. ഇതിന്റെ കന്നഡ വാക്ക് എന്താണ്? കൊത്തമ്പരി സപ്പ് ആഗ്ബാഗ്. അത് പറഞ്ഞിട്ട് പറയും ഓരോരുത്തർ. അല്ലെങ്കിൽ ഹിന്ദിക്കാരാണെങ്കിൽ ധനിയ പത്ത ഡാൽന മത്ത്. അപ്പൊ ഇവിടെ പുറത്ത് ഹോട്ടലിൽ പോകുമ്പോൾ അവരോട് എന്നാ തീർന്ന് ഞാൻ ആ ഹോട്ടലെടുത്ത് തലകീഴാക്കി വെച്ചിട്ട് ഞാൻ വരും. പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഞാൻ പറയും. അപ്പോൾ വെയിറ്റർ വന്ന് പറയുമ്പോൾ ഞാൻ പറയും ഓക്കെ എൻ്റെ ഫേവറേറ്റ് പനീറാണ്. പനീർ ഇപ്പോൾ പനീർ ചില്ലി ഓർഡർ ചെയ്ത് വെച്ചോ, പനീർ ചില്ലി ബട്ടർ നാൻ അങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചോ. ഞാൻ പറയും മല്ലിയില ഇടരുത്, മല്ലിയില സ്പ്രിംഗ് ഓനിയൻ സാലഡ് ഇടരുത് കേട്ടോ പറയും. പിന്നെ ആ വെയിറ്റർ ഇതുവഴി പോകുമ്പോൾ ഞാൻ ബോസ് പിന്നെ ഇത് മറക്കരുത്, ഒന്നും കൂടി പറയണം, അവരറിയാതെ കൈ ഇട്ടു പോകുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് സാർ ഒന്നുകൂടി പറയാം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരുമോ വരാതെ പോകും. എന്നിട്ട് ഞാൻ അവിടെ മുഴുവൻ അലമ്പാക്കി. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സാധനങ്ങൾ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് പുട്ടും കടല ഇഷ്ടമാണ്. മോന് ദോശയാണ് കൂടുതൽ പ്രിഫറൻസ്. ഇപ്പം അവന് നിനക്ക് ദോശ വേണോ? ദോശ വേണമെങ്കിൽ ഇവിടെ ദോശ ഇല്ലാത്ത ദിവസമില്ല. ദോശ ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പം അവന് വേണ്ടി ദോശ എങ്ങനെയായാലും ഉറപ്പായിട്ടുണ്ടാവും. അവന് രാവിലെയും ദോശ വേണം. അവൻ നല്ല കൃത്യനിഷ്ഠയുള്ള അവനാണ്. രാവിലെ എഴുന്നേക്കൂല. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 മണി 2:30 3 മണിയൊക്കെ ആകുമ്പോൾ അവനൊന്ന് ഉറങ്ങും. ഉറങ്ങി വൈകുന്നേരം ഒരു 5 മണി വരെ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഉറങ്ങും. നല്ല ചെക്കനാണ്. രാവിലെ വരെ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഷൂട്ട് ഇല്ലാത്ത ദിവസം മിക്ക ദിവസം എനിക്ക് മോൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. എന്നാലും ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് അല്ലെ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു ഗ്രൂമിങ് സെക്ഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സാധാരണ ചെയ്യാറില്ല. ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിലും സീരിയൽസിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ എടുക്കും. ചേട്ടൻ ഇപ്പൊ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോ ജിം ഉണ്ടാവും. അമ്പലത്തിൽ പോകുന്ന സ്വഭാവം ഉണ്ടോ? അമ്പലത്തിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോകും. വല്ലപ്പോഴും ചിലപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പൊന്നൂർന്നി അമ്പലമുണ്ട്. പൊന്നൂർന്നി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ അമ്പലത്തിലും ഇപ്പം തൃശ്ശൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടടുത്ത് നമ്മുടെ എന്താണ് മരിയാപുരം പള്ളിയുണ്ട്. പള്ളിയിൽ പോകും. എന്നുവെച്ചാൽ വൈകുന്നേരം ആകുമ്പം ഈ ഒരു
ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര. എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന്റെ പുറയില് പശുക്കളും ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇവരെയും കൂടി ഇവരെ പോയിട്ട് പശുമ്പേനെ കാണണം എന്നെല്ലാം പറഞ്ഞ് അതിന് പുല്ലൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. ഭയങ്കര രസമാണ് നമുക്ക് ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് നമ്മള് പോവാ നമുക്ക് അമ്പലത്തിൽ അവിടെ പെർമിഷൻ എടുക്കും. ഉള്ളിൽ വേണ്ട, പുറത്ത് നമുക്ക്. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടേക്കാ? ആദ്യം പോകുന്നതേ ഞാനൊരു സ്ഥിരം അമ്പലവാസിയോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ജാതി മതങ്ങളൊന്നും ഇല്ലാത്ത ഒരുത്തനാണ്. പക്ഷേ ഈ അമ്പലവും പള്ളിയൊക്കെ നമുക്ക് എന്താ പറയാ ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂരായിരുന്നെങ്കിൽ തൃശ്ശൂർ പള്ളിയിൽ പോവാറുണ്ടായിരുന്നു. ഇവിടെ ഒരു പൊന്നുരുന്നി അമ്പലമുണ്ട്. ആ പൊന്നുരുന്നി അമ്പലം പിന്നെ ഞാൻ ഇടയ്ക്ക് പോനെയും കൂട്ടിട്ട് പോകാറില്ല. അതിന്റെ ബാക്കിൽ ഈ പശുവിന്റെ പശുവുണ്ട്. പൊന്നുരുന്നി അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അല്ലേ? പൊന്നുരുന്നി അമ്പലമാണ്. ഇനിയിപ്പോ അവിടെ പെർമിഷൻ ഒക്കെ എടുക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ജിഷ്ടായിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നോ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിലൊക്കെ പോകുന്നു നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അതിനനുസരിച്ച് കുർത്തിയൊക്കെ ഇട്ട് വന്നേനെ. എനിക്കും കൂടെ ഉള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നീ വിഷമിക്കണ്ട. ഞാൻ അമ്പലത്തിലും പോകാറുണ്ട്, പള്ളിയിലും പോകാറുണ്ട്. ഞാനും ഇല്ലേ? അമ്പലത്തിലും പോകാറുണ്ട്, പള്ളിയിലും പോകാറുണ്ട്. എല്ലാ ദൈവങ്ങളും ഒരേപോലെയാണ്. എല്ലാം ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന സ്ഥലങ്ങളായി അമ്പലം പള്ളിയിൽ നിന്നൊക്കെ. നമുക്ക് പള്ളിയിലും പോവാം. അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. സാധാരണ ഞാൻ ഇതിന്റെ പുറകെ വശം ഞാൻ പറഞ്ഞിട്ട് തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിൽ ഇപ്പോൾ തൊഴുത്തും ഇതൊക്കെ ഉണ്ട്. മോനെയും കൂട്ടിയിട്ട് വന്ന് അവന് പശുമ്പക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പുല്ലൊക്കെ കൊടുക്കുക. അതൊക്കെ കൂടി അവനെങ്കിലും ഓടിക്കളിക്കണം. അതിനുവേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് മെയിനായിട്ട് ഇത്. പിന്നെ അവന് ഓരോ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവന് ഓരോ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നെ അവനും ഈ പറഞ്ഞ പോലെ പള്ളിയിലും പോകാറുണ്ട്, അമ്പലത്തിലും പോകാറുണ്ട്. അപ്പം അവിടെ എത്തിക്കഴിയുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെ കുരിശ് വരക്കും. അപ്പം ഞാൻ ഇടയിൽ ഇവിടെ അതല്ല, ഇവിടെ അതല്ല അല്ലേ. അപ്പം ഏതായാലും ദൈവത്തിന് കൺവേ ആയാൽ മതിയല്ലോ, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. എലീന പഠിക്കലിനും രോഹിത്തിനും ആയുരാരോഗ്യ അതൊന്നും വേണ്ട. ദൈവത്തിന് മാറി ദൈവത്തിന് അറിയാം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, ദൈവം എന്താവുന്നു പോകുന്ന പോലെ എന്നെ തിരിച്ചു പറഞ്ഞേ. ആ മുതലിനെ ഇങ്ങോട്ട് കൊണ്ടുവരണേ. തന്നെ ഏത് നേരെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഡേറ്റിങ്ങിന് വരുമ്പോൾ ഫോണിൽ കളിക്കണം. അയ്യോ, ഇത് ഡേ വിത്ത് സ്റ്റാർ ആണ്, ഡേറ്റ് വിത്ത് സ്റ്റാർ എന്നല്ല. അതെ, നമ്മൾ ടീംസിനെ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ശരിയാ നമുക്ക്. അല്ല, അമ്പലം ഏതായാലും നമ്മൾ പോയി. ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ പോകും. അപ്പോൾ വെറുതെ പറഞ്ഞാന്ന് വിചാരിക്കണ്ട. ഞാൻ പോവാറുണ്ട്. ഇവിടെ ഞാൻ പോവാറുള്ള പള്ളി നമ്മുടെ എടപ്പള്ളി ചർച്ച. മനസ്സിലായി. നല്ല വലിയ പള്ളി. നല്ല രസമാണ്. സൺഡേ കൂടെ അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. നമുക്ക് നല്ല അങ്ങോട്ട് വിട്ടാലോ? അപ്പോൾ നമ്മൾ ഇനി അടുത്ത പള്ളിയിലേക്ക് പോകാം കേട്ടോ. ഫോളോ. അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യം അമ്പലം പോയി. ഇനി നമ്മൾ പോകുന്നത് പള്ളിയിലേക്ക്. അപ്പം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ജിഷിൻ ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ വണ്ടിയിലിരിക്കുന്നു. ജിഷിൻ ചേട്ടൻ്റെ വണ്ടി ഭ്രാന്തിനെ പറ്റിയും ഡ്രൈവിങ്ങിനെ പറ്റിയും നമുക്ക് ചോദിക്കാം. ജിഷിൻ ചേട്ടാ, അതിൽ പറയുന്നുണ്ട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോ. വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്ത വണ്ടി ഭ്രാന്ത് തന്നെയാണ്. എനിക്ക് പണ്ട് ചെറുപ്പം മുതലേ എനിക്ക് ഈ വണ്ടികളോട് ഭയങ്കര ക്രൈസാണ്. ഞാൻ എന്താ പറയുക, ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാണ്. ഓൾറെഡി 8ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ എനിക്കൊരു നമുക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും അതിൻ്റെ നമ്പർ ഓർമ്മയുണ്ട്, KRC 7676. അപ്പോൾ ആ നമ്പറിൽ നിൽക്കൊണ്ട് ABC എന്നൊരു KRC 7676 പറഞ്ഞൊരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിലാണ് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്.
പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയിട്ട് അവിടെ പോയി പഠിച്ചു. അല്ലാണ്ട് തന്നെ അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ഡ്രൈവിംഗ്. അപ്പോൾ വീട്ടിലറിയില്ലായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് അറിയും എന്നുള്ളതായിരുന്നു. ബൈക്ക് ഓടിക്കാൻ അറിയുന്നോ അല്ലെങ്കിൽ കാർ ഓടിക്കാൻ അറിയുന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് എനിക്കിതൊക്കെ അറിയാമെന്ന്. പിന്നെ ഞങ്ങൾ ലൈസൻസ് എടുത്തു. അങ്ങനെ വണ്ടികൾ ഇങ്ങനെ മാറി 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 ഇങ്ങനെ വന്നുകൊണ്ട് ഓരോ വർഷവും 2 വർഷം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മാറ്റി മാറ്റി ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് സ്കോഡ റാപ്പിഡ് എന്ന് പറയുന്ന എൻ്റെ ഈ മുത്തൻ്റെ കൂടെയാണ്. നീ കണ്ടല്ലോ വണ്ടി ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും പോകുമ്പം വണ്ടി കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. എന്ന് വെച്ചാൽ നമ്മളെ വണ്ടീനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ വണ്ടി നമ്മളെ സ്നേഹിക്കും, ചതിക്കില്ല എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണ് അത് പോകാറുള്ളത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഇതാണ് സ്കോഡ റാപ്പിഡ്. പിന്നെ തള്ളാണെന്ന് വിചാരിക്കരുത്. ഈ വണ്ടിയുടെ മൈലേജ് നിനക്കൊരു സ്കോഡ ഉണ്ടല്ലോ, എനിക്കറിയാം, പക്ഷെ എനിക്ക് കിട്ടുന്നത് നിങ്ങളെക്കാൾ ഇച്ചിരി കുറവാ. ഈ ഒരു സ്കോഡ റാപ്പിഡ് ആണ് എന്റെ എത്ര മൈലേജ് കിട്ടുന്നുണ്ടാവും ഒന്ന് ഗസ് ചെയ്യൂ. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 21-22 വരെയൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് സ്പീഡിൽ എക്കോണമി ആയിട്ടല്ല പോവാറുള്ളത്, എപ്പോഴും ധൃതി പിടിച്ചും അല്ലാണ്ടൊക്കെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ആ പക്ഷെ എന്നാലും അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ വണ്ടി ഉണ്ടല്ലോ അത്ഭുത മൈലേജ് ചോദിച്ചു നോക്കൂ. പറയൂ ജിഷിൻ ചേട്ടാ. എന്റെ വണ്ടിയുടെ മൈലേജ് 30.4 എനിക്ക് 30.4 എന്ന് വെച്ചാൽ ഈ എറണാകുളത്തെ ട്രാഫിക് ഇപ്പം ഇതല്ല ഞാനൊരു എക്കോണമി ഓട്ടം ഓടിച്ച് നോക്കിയപ്പം അങ്ങനെ ഒരു എക്കോണമി ഓട്ടം അല്ലല്ലോ കേട്ടോ. ഇവിടുന്ന് രാത്രിക്ക് ഒരു 8 മണിക്ക് ഞാൻ പുറപ്പെട്ടിട്ട് 11 മണിയാകുമ്പോൾ ഞാൻ കൊല്ലം എത്തി. 3 മണിക്കൂർ കൊണ്ട് കൊല്ലം എത്തി. ഈ 3 മണിക്കൂറിനുള്ളിൽ കൊല്ലത്തെത്തിയ ആ ഓട്ടത്തിൽ എനിക്ക് കിട്ടിയത് 30.4 എൻ്റെ റെക്കോർഡ്. ഇത് മൈലേജ് കിട്ടിയത് ഡീസലാണ് 1.5 TDS എഞ്ചിൻ. അപ്പം ഇതിൻ്റെ ഒരു മൈലേജ് ഒരു ബുള്ളറ്റ് 2-വീലർ ബുള്ളറ്റിന് നമുക്ക് ഈ ടൗണിൽ കിട്ടുന്ന മൈലേജിനേക്കാൾ കൂടുതൽ മൈലേജാണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മൈലേജാണ് അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഞാൻ എന്നിട്ട് എനിക്ക് അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇനി കമ്പനി എന്ത് ചെയ്യുന്നറിയോ, ഫ്രീ ആയിട്ട് വണ്ടി തരണം. ഈ വണ്ടി തിരിച്ചെടുക്കും. തിരിച്ചെടുത്ത് അവർക്ക് നോക്കാൻ വേണ്ടി തിരിച്ചെടുത്ത് 1 കോടി രൂപ എനിക്ക് തരും. അത് കഴിഞ്ഞിട്ട് അവരുടെ പുതിയ സ്കോഡ സൂപ്പർബിന്റെ പുതിയ ഉണ്ടല്ലോ അതെനിക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞോ? സ്വപ്നങ്ങള് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും കൂടാന്ന് പറയുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇക്കോണമിയിൽ ഓടിച്ച് 31 എന്നുള്ളൊരു ഇതിലാക്കിയിട്ട് വേണം VRS എടുക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയിരിക്കുന്ന വണ്ടി ഇന്ത്യയിൽ ഇതായിരിക്കും, മീൻസ് സ്കോഡ റാപ്പിഡ്. ഐ തിങ്ക് സോ. എന്നുവെച്ചാൽ ഇതേ വണ്ടി തന്നെ ഇതിനു മുമ്പ് 29.7 വരെ കിട്ടിയ വണ്ടിയായിരുന്നു. അതിന്റെ റെക്കോർഡാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. 4 ആക്കിയത്. മനസ്സിലായി. അങ്ങനെ എനിക്ക് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ലോങ് ഡ്രൈവ് ചെയ്യാനും ഞാൻ ഇതുവരെ ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഇതുവരെ ഒരുപാട് ലോങ് ഡ്രൈവ് പോകാറുണ്ടോ? ഓ ഞാൻ ഇവിടുന്ന് കണ്ണൂർന്ന് തിരിച്ചിങ്ങോട്ട് വരും, പിന്നെ ട്രിവാൻഡ്രത്തേക്ക് മിക്കവാറും ഓട്ടം തന്നെ ആയിരിക്കും ഇതിൽ. അപ്പം തീർച്ചയായും ഈ ഒരു എന്താ പറയാ ഈ ഒരു വണ്ടിയിൽ ഓടിക്കുന്നതാണ് ഇഷ്ടം. ഓടിക്കുന്നതാണ് എനിക്ക് വേറെ വണ്ടി ഞാൻ അങ്ങനെ വേറെ കൈമാറാറില്ല, ഞാൻ തന്നെ ഓടിക്കും. ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിലൊക്കെ അങ്ങനെ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ? സ്പെഷ്യൽ സിറ്റുവേഷനിൽ അങ്ങനെ കുറച്ച് പേരെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെ കൊടുത്ത് ബാക്കിൽ ഇരുന്ന് വർത്താനം പറഞ്ഞു പോയാലോ? അത് ഞാൻ ഇതുവരെ ഇതിന്റെ ബാക്കിൽ ഇരുന്നില്ല, അതാണ് അത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ലോണം ഓടിക്കുന്ന ആളായിരിക്കണം, എനിക്കൊന്ന് കംഫർട്ടബിൾ ഫീൽ അല്ലെങ്കിൽ ഞാൻ പറയും മാറിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഓടിക്കും. ഇല്ല ഞാൻ ഓടിച്ചോളാം. ഓക്കെ ശരി. അപ്പൊ നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വീണ്ടും ഐശ്വര്യമായിട്ട് അടുത്ത തുടങ്ങാം. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു. ഞാൻ ആക്ച്വലി പിന്നെ ജിഷിൻ ചേട്ടൻ ഇത്രയ്ക്ക് ഒരു ദൈവവിശ്വാസിയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുർത്തിയൊക്കെ ഇട്ട് വന്നേനെ. അല്ല ദൈവവിശ്വാസി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ദൈവവിശ്വാസി തന്നെയാണ് എന്ന് വെച്ചിട്ട്. പക്ഷേ എപ്പോഴും അമ്പലത്തിൽ പോവുക എപ്പോഴും പള്ളിയിൽ പോവുക ഒന്നും ചെയ്യാറില്ല. ചില ദിവസങ്ങളിൽ പോവും, ഒരു തോന്നണം നമുക്ക്. ഇന്നത്തെ ദിവസം ജിഷിൻ ചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും കയറണം എന്ന് ആഗ്രഹിച്ച ഒരു പള്ളിയായിരുന്നു ഈ പള്ളി എനിക്ക്. പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. സോ ഇത് എന്റെ ആദ്യത്തെ തവണയാണ് ഞാൻ ഈ പള്ളി വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ.
താങ്ക് യു ജിഷിൻ ചേട്ടാ. ആണല്ലോ അല്ല ഞാൻ കൊച്ചിയിൽ വരുന്ന എനിക്ക് ഞാൻ കൊച്ചിയിൽ താമസിക്കാറില്ല. പിന്നെ കൊച്ചിയിൽ ഷൂട്ടിന് വേണ്ടി മാത്രമേ ഞാൻ വരാറുള്ളൂ. ഈ വരുന്നവരെ ഓരോ തവണ ഇവിടെ ഓരോ ആർട്ടിസ്റ്റിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് കയറണം. പക്ഷെ എന്റെ ഷൂട്ട് കാരണം എനിക്ക് കയറാൻ പറ്റില്ല. ദൈവം പറഞ്ഞു ജിഷിനിലൂടെ വരണം എലീന നീ ഇവിടെ. ആകട്ടെ ജിഷിൻ ചേട്ടാ. ആദ്യമായിട്ട് ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഉറപ്പായിട്ട് നടക്കും എന്നൊരു വിശ്വാസം. എങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ആക്ച്വലി സത്യസന്ധമായിട്ട് പറയുവാണ്, തുറന്ന് പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച എന്താണെന്ന് അറിയാം, നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ മാറി എല്ലാവർക്കും നല്ല രീതിയിൽ ജോലി ചെയ്ത് പോയാൽ അതൊരു സൈക്കിളാണ്, മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ജോലി ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് വർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ലൈഫ് സൈക്കിൾ നന്നായിട്ട് പോകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവമേ. അയ്യോ തീർച്ചയായും അതെ 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 ശരിക്കും നല്ലൊരു കുട്ടിയാട്ടോ നമ്മുടെ എലീന പഠിക്കൽ. ചേട്ടാ ഞാൻ എടുക്കുന്നു, ചിറക് വരുന്നു. മാലാഖ, അയ്യോ മാലാഖ പള്ളിമണി. അപ്പം എന്തായാലും പള്ളിയിൽ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഓൺ ദ വേ നമുക്ക് ഇവിടെ നമുക്കൊരു ഡ്രൈവറിനെ വെച്ച് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു, നമുക്ക് ബാക്കി ഇരുന്ന് സുഖമായിട്ട് അടിച്ച് പൊളിക്കാം. അതായിരിക്കും നല്ലല്ലേ? കം ഓൺ. ഓക്കെ, അപ്പം ചേട്ടാ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നു. ഇനി എങ്ങോട്ടൊക്കെ പോണേ നോക്കും. എടാ ഒരു സെക്കൻഡ്. ഹലോ, ആ സക്കീർക്കാ. അയ്യോ എത്ര സീനുണ്ട്? 2 സീനാ. എനിക്ക് ഡബിങ് ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ അടുത്തുണ്ട്. ഞാനേ പിന്നെ ഇപ്പൊ അങ്ങോട്ട് വരട്ടെ. 5 മിനിറ്റ് 2 സീനല്ലേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ ഞാൻ അവിടെ വരുന്നു. ഓക്കെ. പിന്നെ ഇതാ അവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് അല്ല അവിടെ സ്റ്റുഡിയോ ഞാൻ പിന്നെ ഇത് കന്യാദാനത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ എറ്റേണൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറെ വിളിച്ചത് ഡബിങ് 2 സീന് ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ 2 സീനൊന്ന് ഡബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അർജന്റായിട്ട് വരാൻ കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ തന്നെ അതാണ് അതുകൊള്ള അല്ലേ? അയ്യോ ഡബ് ചെയ്യുന്ന അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് എടുക്കാനുള്ള മുഴുവൻ അവിടെ കിട്ടും. പെറുക്കി ഡബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പണ്ട് ഓട്ടോഗ്രാഫ് ഒക്കെ ആ സമയത്തൊക്കെ വേറെ ആൾക്കാരായിരുന്നു ഡബ് ചെയ്തോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് കണ്ണൂർ സ്ലാഗ് കയറി വരും, കണ്ണൂരും കയറി വരും, ബാംഗ്ലൂരും ഉണ്ടായിരുന്നു. അല്ല കന്നഡയും കയറി. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു വല്ലാത്ത ഭാഷയായിരുന്നു. അത് അമല മുതലായിരുന്നു തുടങ്ങിയത്. അമലയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. അമല മുതലായിരുന്നു ഡബ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡബ് ചെയ്യുമ്പം എനിക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൂർ ഭാഷ കയറി വരും, ഇപ്പോഴും കയറി വരും. അപ്പം എനക്ക് നിനക്ക് എന്താ പറയുക, ഇക്ക് എന്ന് പറഞ്ഞു വരില്ല. അപ്പം ഡബ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറയും എനിക്ക് എന്ന് പറയാം. അപ്പം ഞാൻ എനിക്ക് പറഞ്ഞു. ജോയ്സ് സാർ എന്നോട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചിട്ട് ഷൂട്ട് പിന്നെ ഡബ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. വേണ്ട, നിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ അതിൽ തന്നെ ഡബ് ചെയ്യണം, എന്നാലും എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതെ ഇവിടുന്ന് റൈറ്റേ വല്ല ഇവിടെ റൈറ്റ് യെസ്. ഇവിടെ ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിലോട്ട് വണ്ടി കയറ്റിയിടാം. അവിടെ എറ്റേണൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലൊരു ഇത് കാണാം. കണ്ടാ ആ വണ്ടി ഇറങ്ങി വരുന്നത് അവിടെയാണ് കയറ്റിയിടുന്നത്. ആ വണ്ടി ഇറങ്ങി വേണമെന്നത് നമുക്ക് കയറ്റാൻ പറ്റും. യെസ്. ഞാൻ നമ്മുടെ ദേവിത്തെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നമുക്ക് ഒരു ഭയങ്കര കട്ടയാണ്. ഡബിങ് ആർട്ടിസ്റ്റ് മാത്രല്ല ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് എന്നെ തള്ളി കയറ്റി വെച്ചാൽ അല്ലേ എന്നെ പറ്റി തള്ളി കയറ്റി സിനിമ സീരിയൽ മൂവീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് മഹാൻ മൊഴിമാറ്റമാണ് ഇപ്പോൾ കൂടുതൽ. വിക്രത്തിന്റെ മകനായിരുന്നു ചെയ്തത്.
അപ്പോൾ അതൊക്കെ ചെയ്തു നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ ഓട്ടോഗ്രാഫ് ഞാൻ വേണ്ടി ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ലെന്നല്ല ഒരെണ്ണം ചെയ്തു. ഏതോ ഒരു എപ്പിസോഡ് സുഖമില്ലാന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഡബിങ്ങിലോട്ട് കടന്നപ്പോൾ ഇവർക്കൊക്കെ എന്നെ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളൊക്കെ പിന്നെ ഇവിടെ കയ്യിൽ കുത്താനാണ് നടക്കുന്നത് ചോദിച്ചിട്ട് അവസാനിക്കില്ല. അല്ലേ തന്നെ പറയുന്നത് മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പൊ ഇനി സീരിയലിൽ കൂടെ പറയുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുന്ന 10 വർഷം മുന്നെയാണ് ഫോട്ടോഗ്രാഫിന്റെ ലൊക്കേഷൻസ് കാണുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇടയ്ക്ക് ഓൺലൈൻ ജീവിതം പോയെന്നൊക്കെ. അല്ല അങ്ങനെയല്ല, ഓൺലൈൻ കോൺടാക്ട് ഒക്കെ ആയിരുന്നു. പിന്നെ വിളിക്കുമ്പോൾ മുഴുവൻ തെറിയാണ്, അത് വേറെ കാര്യം. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കേട്ടോ, എന്തിനാ തെറി പറയുന്നത്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടിങ്ങനെ ഒരു പിന്നെ എടാ പോടാ അല്ലെ ചട്ടാ പൊട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ പരിചയപ്പെട്ട നാൾ മുതൽ ഇത്രയും കാലവും ആ ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പായിട്ടും തെറിയാണെങ്കിൽ പോലും പക്ഷെ വലിയ എന്താ പറയുക ആ ഒരു ബന്ധം അത് ഞാനിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഇച്ചിരി ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും ഇപ്പം വന്നിട്ട് ഞാൻ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവ വന്നിട്ട് ഒരു കമന്റ് ഇടും. ഈ കമന്റിന് ഞാൻ തിരിച്ച് അങ്ങോട്ട് എന്റെ കമന്റിൽ ആൾക്ക് ഉറക്കില്ല. പിന്നെ അത് പറഞ്ഞിട്ടിടുന്നതല്ല, ഒരു പാര വെക്കുന്ന രീതിയിലുള്ള ഇത് ഒക്കെ എടുക്കുന്നതാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആള്. ഭയങ്കര നമ്മളെ പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിട്ട്. ഓൾ ദി ബെസ്റ്റ് അനീഷേട്ടാ. ഇനിയും ഒരുപാട് സിനിമകളും സീരിയലും ഒക്കെ ഡബ് ചെയ്യാൻ കിട്ടട്ടെ. അങ്ങനെ പുള്ളിക്കാരന് എന്തോ 2 സീൻ ഉള്ളതുകൊണ്ട് വന്നതാ ചെയ്യാൻ. കറക്ഷൻ അല്ലേ? കറക്ഷൻ അത് നീ ഡബ് ചെയ്യുമ്പോൾ കറക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഡയലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്ക് വരും. നാളെ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടേ അനീഷ് ജിഷിന് ഡബ് ചെയ്യാൻ പറ്റുമോ, പുള്ളി ഭയങ്കര കറക്ഷൻ ആണ് അനീഷ് അന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഒരു ചാൻസ് ഒപ്പിച്ചെടുക്കാനുള്ള അല്ല, ചില സമയത്ത് നമുക്ക് പോലും നമ്മൾ പറയുന്ന ചില ഇത് അതാണോ എന്നുള്ള കൺഫ്യൂഷൻ കറക്ഷൻ ചെയ്യാൻ വന്നാണോ എന്ന് ചോദിച്ചേ. അല്ല, ഞാൻ അതിൽ ആ ഒരു ആളുടെ പേര് സത്യൻ, ക്യാരക്ടറിന്റെ പേര് നമ്മുടെ തോമസ് കുട്ടി സത്യനല്ലേ, നമ്മളെ സെക്കൻഡ് ഹീറോയുടെ ശബ്ദം. തോമസ് കുട്ടി നീ ഇന്നേ വരെ ഇവനെ വിളിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നമ്മൾ ഡബ് ചെയ്യുന്ന ശരിക്കും ഞാനേ മുമ്പൊക്കെ നമ്മൾ ഈ അവാർഡ് നൈറ്റിലും ഇതിലൊക്കെ പോകുമ്പോൾ ഇവര് അവാർഡ് കിട്ടിയവർ എപ്പോഴും ഈ ഡബ് ചെയ്ത ആൾക്കും കൂടി പകുതി എന്താ പറയാല് പകുതി ഒരു ക്രെഡിറ്റ് അവർക്ക് കൂടി കൊടുക്കേണ്ടതാണ്. അത് കുറേ പേര് ചെയ്യാറില്ല. ഞാനൊക്കെ അന്ന് എനിക്ക് ഓട്ടോഗ്രാഫിന്റെ സമയത്ത് അവാർഡ് കിട്ടിയ സമയത്ത് അന്ന് സിദ്ധു ആയിരുന്നു എനിക്ക് ഡബ്. ഞാൻ സിദ്ധാർത്ഥിനെ പറയാറുണ്ട്, സിദ്ധാർത്ഥാണ് എനിക്ക് ഡബ് ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് പറയണം. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് കുറച്ചൊരു അല്ല, അത് മാത്രമല്ല വേറെ കാര്യമുണ്ട്. അതായത് ആൾക്കാർക്ക് പലപ്പോഴും അറിയാണ്ട് പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഡബിങ് എന്തുകൊണ്ടാണ് ഡബിങ് ആർട്ടിസ്റ്റ് പറയുന്നത് വെച്ചാൽ നമ്മൾ അഭിനയിച്ച് നമ്മുടെ പോർഷൻ കഴിയും. പക്ഷെ ഇവർ വന്ന് നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മുടെ അഭിനയം കണ്ടിട്ട് അതിനൊരു മോഡുലേഷൻ കൊടുത്ത് അതിന് ശരിക്കും ആ ക്യാരക്ടറിന് ജീവൻ നൽകുന്നതെന്ന് പറയുന്നത് ഇവരുടെ ശബ്ദം കാരണം. അപ്പം എല്ലാ ഡബിങ് ആർട്ടിസ്റ്റിലും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. എനിക്ക് ഡബ് ചെയ്ത പാർവതിക്കും പിന്നെ ജിഷിൻ ചേട്ടൻ എപ്പോഴെങ്കിലും ഡബ് ചെയ്തിട്ടുള്ള അനീഷ് ഉൾപ്പെടെ പല ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും സ്റ്റുഡിയോയിൽ വരുമ്പോൾ നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മള് സാധാരണ നമ്മൾ എനിക്കൊരു കണ്ണൂർ ഭാഷയാണ്. എനിക്കൊരു എനക്ക് നനക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അതെ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറയും. അതെ, പക്ഷെ ഞാൻ എന്താ പറയാ എന്റെ ഒരു ശൈലി തന്നെയാണ് ഞാൻ എപ്പോഴും ഡബ് ചെയ്യാറ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് ഡൗട്ട് അപ്പൊ ഈ അനീഷേട്ടൻ എപ്പോഴെങ്കിലും ഇതുപോലെ ഈ സ്ലാങ് മാറ്റി ചെയ്തിട്ടുണ്ട്? അതായത് തൃശ്ശൂർ പേരുള്ള മൂവി ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് ഒരു പള്ളിയിലെ കപ്പിയാർ വരുന്നത് അത് ഞാനാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ഒരു ഡയലോഗ് വേണ്ട, അല്ലെങ്കിൽ ആ സ്ലാങ്ങിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും അതിൽ ഇട്ടാന്നുള്ള സംഭവമാണോ അതിൽ ഫുൾ മോഡുലേഷൻ തന്നെ മാറുമോ? ശരിയാ, ഇങ്ങനെ പോകുന്ന സാധനമാണ്. അവർ കൂടുതൽ അങ്ങനെയാണ് ആ വലിച്ചു നീട്ടലുണ്ട്. എനിക്ക് ആക്ച്വലി അത് ചെയ്യാൻ പറ്റിയത് തന്നെ ആ ഡയറക്ടർ തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർ സ്ലാങ് പുള്ളിക്ക് അറിയായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞ കാര്യം ഞാൻ അതുപോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് തൃശ്ശൂർ സ്ലാങ്ങോട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും പിന്നെ ഡബ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരാണെന്ന് ധനുഷ് എന്ന് പറയേണ്ടത്. ഞാൻ വിചാരിച്ചു എന്നെ പറയുന്നു വൃത്തിയായിട്ടവർ മാരിയിട്ടു ഞാനാണ് ചെയ്തത് മലയാളം. അത് കുറച്ച് സ്ട്രെയിൻ എടുത്ത് ചെയ്ത വർക്കുമാണ്, എന്നാൽ എൻജോയ് ചെയ്ത വർക്ക്. അപ്പൊ അതാണ് ഇപ്പൊ എല്ലാവർക്കും ഞാൻ പറയുന്നത് തന്നെയാണ്. കുറച്ച് റെക്കഗ്നിഷൻ കിട്ടുന്ന വർക്ക് തന്നെയാണ്. പിഗിൽ ചെയ്തു കുറച്ച് വർക്കുകൾ എല്ലാം മൊഴിമാറ്റം കൂടുതൽ പിഗിലേ ചെയ്ത് ഞാനല്ല. ഫുട്ബോൾ കോച്ച് വരുന്നുണ്ടല്ലോ പുള്ളി ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് മൊഴിമാറ്റ സിനിമകൾ ഇത് പോയി കറക്റ്റ് ചെയ്യട്ടെ. ഇത് കറക്റ്റ് ചെയ്യാൻ എത്ര സീനാ? 3 2 സീനുകൾ.
അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് പോയി എടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എടാ പോടാ പോടാ ഇറങ്ങി പോടാ. ബൈ ബൈ. കറക്റ്റ് സമയത്തല്ലേ ഇറങ്ങി വരും. സത്യമായിട്ട് ഇത്രയൊക്കെ എനിക്ക് പുകഴ്ത്താൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഇനി കലൂർ പള്ളി വരെ പോകണം, അതാണ് വേറെ കാര്യം. ഇത് ഇനി അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഞാൻ അറിയാണ്ട് ഒരു മനുഷ്യനെ പറഞ്ഞു പോയി പെട്ടുപോയി എന്ന് പറയണ്ടേ. അല്ലാതെ തന്നെത്താൽ ഉയർത്തപ്പെടുവൻ മറ്റുള്ളവരെ താഴ്ത്തപ്പെടുന്ന ദൈവം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. തന്നെത്താൽ ഉയർത്തപ്പെടുന്നവൻ മറ്റുള്ളവരാൽ താഴ്ത്തപ്പെടുന്നു. അതായത് നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ബൂസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ടല്ലോ, മറ്റുള്ളവർ താഴ്ത്തിക്കോളും, അത് സമയം ആയിക്കോളും. ഞാൻ സെൽഫ് ബൂസ്റ്റിംഗ് ഒരിക്കലല്ല. ഇവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കണ്ടാണെന്ന് മലയാളത്തിൽ അങ്ങോട്ട് പറയാം. കണ്ടില്ലേ? ഒരു പ്രശ്നമില്ല. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെടാ. ശരി അപ്പൊ ബൈ. ഇനി കൈ കൊടുക്കുന്നത് ഇല്ലില്ല, ഓൾ കൂൾ. അവിടെ അല്ലേ നമ്മൾ അങ്ങോട്ട് പോവല്ലേ? നമുക്ക് പിന്നെ 2 സീനുണ്ട്. ഞാനൊന്ന് നീ ഞാൻ എവിടെ ഇരിക്കാൻ മനുഷ്യ? ആ പിന്നല്ലാണ്ട് ഞാനിവിടെ മുറ്റത്തിരിക്കാനോ? ശ്രീധരൻ തരുമോ അളിയാ? ഇതാണ് നമ്മുടെ റെക്കോർഡിസ്റ്റ്. കൈവിടുന്ന മഹാബോബി ഞാനും കൈ കൊടുക്ക്. പിന്നെ ഇങ്ങോട്ട് തിരിയുന്നോ ചേട്ടൻ? എല്ലാരും കാണട്ടെ. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഈ വശങ്ങളൊന്നും വലുതായിട്ട് പരിചയം ഉണ്ടാവില്ല. നമ്മുടെ റെക്കോർഡിസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ കന്യാതാരത്തിന്റെ റെക്കോർഡിസ്റ്റ് ആണ്. എന്നെ കൊണ്ട് പെടാപ്പാട് പെടുന്ന റെക്കോർഡിസ്റ്റ്. ഡെക്കോ വേണ്ട വേണ്ട, തുപ്പി തെറിപ്പിക്കണ്ട. കറക്ഷനല്ലേ വന്നേ? അയ്യേ പപ്പിശേ എന്നെങ്ങനെ ഡബ് ചെയ്യാൻ കേട്ടില്ല. ചേട്ടൻ പറയാം ഇറങ്ങി പോവണ്ട. അപ്പൊ ഞാനൊന്ന് ജിഷ്ണയുടെ ഡബ് ചെയ്യുന്ന കാണാൻ. എങ്ങനെയുണ്ട് എന്റെ ഡബിങ്? എങ്ങനെയുണ്ട് ചോദിക്കുന്നത് നമ്മള്. അവന്റെ അഭിനയം എങ്ങനെയുണ്ട് ചോദിക്കുന്നത്. നിങ്ങൾ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത്. എന്താണിത്? ആദ്യം ഫോൺ എന്റെ ഇത്താ, ഞാൻ നോക്കട്ടെ ജിഷിൻ എത്ര തവണ വിളിച്ചു എന്നുള്ളത്. നമ്മളിപ്പോ കാണുന്നത് ചോദിച്ചു പിന്നെ എങ്ങനെ ഡബ് ചെയ്യാനൊക്കെ കറക്റ്റ് സമയത്ത് വരുമോ? പിന്നെ ഒരു 10 തവണ കറക്ഷൻ വിളിക്കും. അഭിനയം ഇന്നേ വരെ എന്നെ കറക്ഷൻ വിളിച്ചിട്ടില്ല. അപ്പൊ ഇത് ആക്ച്വലി സീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സീൻ ചെയ്യാൻ വേണ്ടി വന്നതാ. 2 സീനുള്ളൂ. അപ്പൊ ഒരു കാര്യം അത് പടയെന്ന് ചെയ്തിട്ട് പട്ടേന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് അഗൈൻ ഈ പിന്നെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ മാസ്ക് ഒന്നും ഇല്ലാതെ നിൽക്കാൻ പാടില്ല. ഇവിടെ തന്നെ നമ്മൾ ഈ സ്റ്റുഡിയോയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാം മൈക്ക് അടക്കം എല്ലാം സാനിറ്റൈസ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ളത് മൈക്കുമായിട്ടാണ് ഇൻട്രാക്ഷൻ വരുന്നത്. അതിൻ്റെ അടക്കം സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് ഇവിടെ. ഇത് നമുക്ക് ഈ പെർമിഷൻ തന്നതിന്റെ വലിയ കാര്യം. സക്കീർ ഭായിയുടെ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സക്കീർക്ക് ഉണ്ടായിരുന്നു. സക്കീർക്ക് ഒന്ന് പരിചയപ്പെട്ടു. സക്കീർക്ക് പിന്നെ ക്യാമറക്ക് മുന്നിലൊക്കെ മടിയുള്ളവരാണ്. ഓക്കെ, അപ്പൊ ഞാൻ നീ റെഡി ആയി, നീ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് ഞാൻ ഇപ്പം ഹലോ. അപ്പൊ ചേട്ടാ നമുക്ക് കാണാം. ഹാപ്പി ന്യൂ ഇയർ. പെട്ടെന്ന് കഴിഞ്ഞല്ല, അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ ആ തെറ്റിപ്പോന്ന് കട്ട് ചെയ്ത് തരണം കേട്ടോ. നമ്മളെ കട്ട് ചെയ്ത് ഇട്ടിട്ട് അല്ലെങ്കിൽ ചത്തു പോയി. നമുക്ക് നമ്മൾ ഇറങ്ങുന്നേ. ഓക്കെ, സീ യു. താങ്ക് യു. ബൈ. കഴിഞ്ഞോ? ഇത് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറാണ് സക്കീർ ഭായ്. നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തരും. സാധാരണ പറഞ്ഞില്ല, കോവിഡ് പ്രോട്ടോകോൾ കാരണം ഇങ്ങനെ ആരെയും എൻട്രി കൊടുക്കുന്നതല്ല. അതുകൊണ്ട് താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത എങ്ങോട്ടേക്കാണ് പോകുന്നത് മിസ്റ്റർ ജിഷിൻ മോഹൻ? ലഞ്ച് ടൈം അല്ലേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഓക്കേ. എടാ ഞാന് മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ തരുമോന്ന് നമുക്ക് നോക്കാലോ. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ. ഇപ്പൊ പകുതി സ്ഥലങ്ങളിലും ഈ കോവിഡും ഒമിക്രോണും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ എണ്ണം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം സ്ഥിരമായിട്ടെന്നല്ല, വല്ലപ്പോഴും സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ മോനുമായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, പാർക്കിൽ പോകാറുണ്ട്. മോനെ അവനവിടെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാർക്കില് ഞാൻ ചോദിക്കുന്ന ഫുഡ് കഴിക്കുന്ന അവൻ ഈ വെജിനോട് വലിയ താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ്. അപ്പോൾ അവന് നോൺ വെജ് കൊടുക്കാണ്ട് വെജിറ്റേറിയൻ ആക്കി വളർത്തണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. എന്തിന്? ഞാൻ പറയട്ടെ, നിനക്ക് ഞാൻ വെജിറ്റേറിയൻ ആയതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് വേണമെങ്കിൽ ഇന്ന് നിർത്തിയിട്ട് നാളെ ഒരു വെജിറ്റേറിയൻ പറയാം. ജനിച്ചിട്ട് ഇന്നേവരെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് ഇന്ന് ഞാൻ ഭക്ഷണം നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും വർഷത്തെ ചാരിത്രം ഈ നിമിഷം നഷ്ടപ്പെടുവാണ്. നോൺ വെജുകാരുടെ ചരിത്രത്തിനൊരു പ്രശ്നം ജനിച്ചിട്ട് ഇന്നേവരെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അത് പറയാൻ പറ്റുന്ന 10,000 ആൾക്കാരുണ്ടാവും, ഇത്ര കോടിക്കണക്കിന് ആൾക്കാർ. അവനെന്തിനാ വെജായിട്ട് വളർത്തുന്നത്? അല്ല, അവന് ഭാവിയിൽ വേണമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട് കഴിച്ചോട്ടെ. പക്ഷെ അങ്ങനെ ആ തുടക്കത്തിലെ ഓൾവേസ് ഫീൽ ദാറ്റ് വെജിറ്റേറിയൻസ് നമുക്ക് എല്ലായിടത്തും പോയി അലമ്പാൻ പറ്റില്ല. അലമ്പാൻ പറ്റൂല. തായ്ലൻഡിൽ പോയിട്ട് അവിടെ വെജ് എന്ന് പറയുന്ന ചില സമയത്ത് ഫിഷാ കിട്ടുക, അറിയോ?
തായ്ലൻഡ് ഒഴിവാക്കി. അല്ല തായ്ലൻഡിൽ കിട്ടും, സ്പിനാച്ച് ഐറ്റംസ് ഒക്കെ കിട്ടും. ഞാനിതുവരെ ഇന്ത്യക്ക് പുറത്ത് വരെ പോയിട്ടില്ല, പിന്നെയാണ് നൂഡിൽസ് ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും എനിക്കൊന്ന് നോൺ വെജിന് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെജ് ഫുഡാണ് ലഞ്ചിന് കഴിക്കാൻ പോകുന്നത്. നല്ല നാടൻ ഊണെന്നൊക്കെ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ജിഷിൻ ചേട്ടൻ. ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാം. ഫാൻസിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഞാൻ തന്നെയാണ് മറുപടിയൊക്കെ അയച്ച് എല്ലാവർക്കും കഴിയുന്നത്ര പേർക്ക് കമന്റ്സ് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ കമന്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാപ്ഷൻ എഴുതും. ആ ക്യാപ്ഷനിൽ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ആൾക്ക് എന്ത് പേരിടാം, ഈ കൊലത്തിൽ എനിക്ക് എന്ത് പേരിടാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ നല്ല തമാശ. നമ്മൾ നേരത്തെ കണ്ട അനീഷൊക്കെ ഭയങ്കരമായിട്ട് കമന്റ്, ഭയങ്കര രസമായി കമന്റ് വായിക്കാൻ വേണ്ടി. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരുണ്ടോ ഈ കമന്റ് എഴുതുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമന്റ്സ് വായിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ക്യാപ്ഷൻസ് ആണ് ഇടാറുള്ളത്. അത് മോശമായിട്ട് എഴുതുന്നവരുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പക്ഷേ സിഗ്നൽ ഇല്ലാണ്ട് നമ്മൾ ആദ്യമായി കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ വരുന്നുണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, ഇതിനിടയ്ക്ക് മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നില്ല, മറ്റേ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ ചീത്തപ്പേര് വന്നായിരുന്നു. നീ ആരടാ, വേറൊരു സംഭവം ഉണ്ട്. അതായത് ഒരു സിനിമാ നടിയുടെ കാർ ആക്സിഡന്റ് നടന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് സീരിയൽ നടൻ ജിഷിനാന്ന് പറഞ്ഞപ്പം ഞങ്ങളൊക്കെ, അതായത് ജിഷിനെ അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സും വിളിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ എങ്ങനെ പോയി, എങ്ങോട്ട് പോയി, എന്തിനു പോയി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നോട് വരെ പേഴ്സണലി വിളിച്ചു ചോദിച്ചു, നീ അറിഞ്ഞു നിന്റെ കൂടെയുള്ള മറ്റേ ജിഷിൻ ചേട്ടനില്ലേ, ജിഷിൻ ചേട്ടൻ വണ്ടി ഇടിച്ചിട്ട് ആ ഒരു അവസ്ഥ. അയ്യോ, ഒന്ന് പറയാമോ? സത്യം പറഞ്ഞാലേ ആ സമയത്ത് വേറെ കോൺട്രവേഴ്സീസ് ഒന്നും വന്നിട്ടില്ല ഈ മഹാനെ പറ്റി. അടിപൊളി സാധനം, നല്ല സാധനം വന്നു കയറും, ഹൈപ്പ്, നല്ല ഹൈപ്പിൽ കിട്ടി. പ്രമോദ് മണിയാ വിളിച്ചിട്ട് പറഞ്ഞേ, നീ പിന്നെ ആ പേര് ഞാൻ പറയാം, അവരുടെ കൂടെ പോയിട്ട് പിന്നെ വണ്ടി ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാനല്ലടാ, എന്താ സംഭവം? യൂട്യൂബിൽ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞു ലിങ്ക് അയച്ചു തന്നെ. ലിങ്ക് അയച്ചു തന്നിട്ട് ഞാൻ ലിങ്കിന്റെ അടിയിൽ പറയുന്നുണ്ടെന്നേ ഇവര് സീരിയൽ നടൻ ജിഷിൻ തന്നെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിയുടെ പേര് ശരിക്കും ജിഷിൻ തന്നെയാണ്. ആ വ്യക്തി ജിഷിനാണ്. പക്ഷേ സിനിമയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതോ ഒരു ബന്ധമില്ല? അല്ല, ബന്ധമൊന്നുമില്ല. പക്ഷെ പുള്ളി ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ജിഷിൻ ഞാനാണെന്ന് തോന്നി. ഇവിടെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തു. അവസാനം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടാ ഇത് ശരിയാവില്ല, ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കുന്നത് എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്നൊക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ വിളിച്ചു, ഈ ലിങ്ക് അവക്ക് അയച്ചത്, ഭരതൊക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എടേ ഇങ്ങനെ ഒരു അപവാദം വന്നിട്ടുണ്ട്, നീ വേറെ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന്. എൻ്റെ മനസ്സിലാ, ഞാനിതൊക്കെ ചോദിക്കുമോ, ഇത് നിങ്ങളല്ലാന്ന് എനിക്കറിയില്ലേ, പിന്നെ അവളോ എനിക്ക് നിങ്ങൾക്ക് അറിയില്ലല്ലോ, പരിചയമില്ലല്ലോ. വേറെ പെമ്പിളറാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡൗട്ട് അടിച്ചാലേ ഇത് അവളല്ലേ, ഞാൻ അറിയാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വോയിസ് നോട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട്, പ്രിയപ്പെട്ടവരെ ആ ആക്സിഡന്റിൽ ഉൾപ്പെടെ ജിഷിൻ മോഹൻ ഞാനല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം പോയിട്ടേ ഇല്ല, ഇന്നലെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിൻ ഒരു വോയിസ് നോട്ട്. എന്നെ അറിയുന്നവർക്ക് ഡൗട്ട് അടിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ ഞാൻ ഈ രാത്രിക്കൊക്കെ ചിലപ്പോൾ എനിക്ക് നല്ല മൂഡൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ വെറുതെ ഇങ്ങനെ പോയിട്ട് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരും, ഒറ്റക്ക് പോയിട്ട് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വരുന്ന ഒരു, ചിലപ്പോൾ അവളും കയറിയിരിക്കും. ഞാൻ എവിടെയെങ്കിലും പോകുന്നത് പിന്നെ അവള് കയറി വന്നിരിക്കും. അങ്ങനെ ഒരു ഡ്രൈവ് ഒക്കെ പോകാറുള്ളതാണ്. ചിലപ്പോൾ എന്നെ ശരിക്കും അറിയുന്നവർക്ക് അറിയാം ഞാനിപ്പോൾ. എന്നിട്ട് എനിക്കിത് തിരുത്തണം. ഞാൻ അതിൻ്റെ അടിയിൽ പോയി കമന്റ് വായിച്ചു നോക്കിയപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഇത് മറ്റേ വെറുതെ ഹസ്ബൻഡ് ജിഷിന്റെ, തന്നെ അവൻ തന്നെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത് കണ്ടപ്പോൾ പക്ഷേ ഇവരൊക്കെ എനിക്ക് വേണ്ടി നല്ലത് പറയുന്നവരായിരുന്നല്ലേ, ഇവരൊക്കെ എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇവരൊക്കെ അറിയിക്കണം, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ ആ ഒരു കരടായിട്ട് കിടക്കും മനസ്സിൽ. അങ്ങനെ ഞാൻ ഒരു സെൽഫി വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോ പോയിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഈ ഓൺലൈൻ പത്രങ്ങളുടെ ഒരു പ്രശ്നമാണിത്. എനിക്കൊന്നും അവരത് കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ടാവുക ജിഷിൻ വെളിപ്പെടുത്തലുമായി നടിയുടെ അപകടത്തെ കുറിച്ച് സീരിയൽ നടൻ ജിഷിന് കൂടെ ഉണ്ടായിരുന്ന സീരിയൽ നടൻ ജിഷിന് എന്ത് പറയാൻ പറ്റും എന്ന് നോക്കാം. എന്നിട്ടാണ് അത് വായിച്ചു നോക്കുക. അങ്ങനെയാണ് പിന്നെയും ഇത് വരുന്നത്. ഈ ഹെഡ്ലൈൻ ഇവർ ഇടുന്നത് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് വായിക്കാൻ വേണ്ടി ഇവർ ഹെഡ്ലൈൻ ഉണ്ട്. റിയൽ ജിഷിനെ എന്നിട്ട് മീറ്റ് ചെയ്തോ സംസാരിക്കുകയോ ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ
എനിക്ക് ഈ പറഞ്ഞ ആളെ അറിയില്ല, ആ ആളുടെ നമ്പർ അറിയില്ല, നമ്മൾ കോണ്ടാക്ട് ഇല്ല, എനിക്ക് അറിയില്ല, പരിചയമില്ല. ഞാൻ ആദ്യം വിചാരിച്ചേ ആ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മള് സീരിയലിൽ ഒരാളുണ്ട് ആ പേരില്, അവളാണെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അവള് പരിചയമുണ്ട്, നമുക്ക് പരിചയമുള്ള ആളാണല്ലോ. ഞാൻ വിചാരിച്ചേ ഇവളാണോ, പിന്നെയാണ് പറഞ്ഞാൽ പോയി അദ്ദേഹം പിന്നെ ആണ് എന്ന് വിചാരിച്ചിട്ട് അത് കുറച്ചാൾ ഇച്ചിരി വൈറലായിട്ട് കിട്ടിയായിരുന്നു. അല്ലാണ്ട് വേറെ കോൺട്രവേഴ്ഷ്യലും കാര്യങ്ങളൊന്നും ജിഷിന്റെ പേരിലില്ല. മുമ്പ് ഒരു ഇതേപോലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞ വരദയുടെ അനിയന്റെ കല്യാണം. അപ്പൊ അവള് ഒരു ഇതിട്ടു, നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി. വാർത്ത വന്ന ജിഷിന്റെയും വരദയുടെയും വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി. അപ്പൊ കുറെ പേര് എന്നെ വിളിച്ചു, ജിഷൻ ചേട്ടാ പിന്നെ വരദ ചേച്ചി ഗർഭിണിയാണോ? ഞാൻ പറഞ്ഞേ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചു, എടി നീ ഗർഭിണിയാണോ എന്ന് പറഞ്ഞിട്ട് ആട്ടായിരുന്നു ആദ്യം. അയ്യോ ഒന്നിനെ കൊണ്ട് തന്നെ ഒരു കുരുത്തം കെട്ടവനെ കണ്ട് തന്നെ ഒരു രക്ഷയില്ല, ഇനിയിപ്പോ ഒരാളും കൂടി. അപ്പൊ അങ്ങനെ ആണ് ഇവരുടെ ഹെഡ്ലൈൻ വരുന്നത്. ഹെഡ്ലൈൻ വരുന്നത് നമുക്ക് പലപ്പോഴും പാരയായി, പക്ഷേ ഇത് കുറെ കേട്ട് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ വിടുന്നതാണ്. ഇപ്പൊ ബെസ്റ്റ് ഹെഡ്ലൈൻ ഏതാന്നൊക്കെ നമ്മൾ വായിച്ചു കാണാൻ രസമുള്ള ഏതാന്നുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയും വിശേഷങ്ങളൊക്കെ ഒരുപാട് ഇനി പറയാനുണ്ട്. എത്താറായി. നിനക്ക് ഇതേപോലെ കുറെ വന്നിട്ടില്ലടാ? നമ്മള് ഈ ഒന്നിച്ച് ഞാൻ നമ്മളവിടുന്ന് പള്ളിനടുത്ത് സെൽഫി ഒക്കെ എടുത്തിട്ടില്ലേ, അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇടാൻ പോകാം. ഡേറ്റ് വിത്ത് എലീന വന്നോളൂ, പുതിയ ജിഷിനും എലീനയും ഡേറ്റിംഗ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതെ, പുതിയ സാധനം ഡേറ്റിങ്ങിന് പോകുന്ന ഫോട്ടോ. കല്യാണത്തിന് പിന്നാലെയാണ് അടുത്ത സന്തോഷ വാർത്തയുമായി ജിഷിനും എലീന എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും ഊട്ടുപുരയല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഗോകുൽ ഊട്ടുപുര. ഓക്കെ, സോ വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് ദെയർ. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കണം. ഓക്കെ, സോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അവിടുത്തെ തിരക്കാണോ എന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പം തിരക്കായിരിക്കും. ഈ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഇതുണ്ടല്ലോ, ആപ്പ് വഴിയുള്ള ഓർഡറുകൾ കുറെ ഉണ്ടാവും. നല്ല തിരക്കാന്ന് തോന്നുന്നു. വണ്ടികൾ കിടക്കുന്ന അങ്ങോട്ടേക്കാണോ? ക്യൂ ആണല്ലോ. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. താങ്ക് യു. ഇതാണ് ഞാൻ മിക്കവാറും വരുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ ഗോകുൽ ഊട്ടപ്പുര, കടവന്ത്ര റോഡിലാണ്. അപ്പോൾ ചേച്ചി തോന്നണേ, അപ്പോൾ ചേച്ചിക്ക് അറിയാം ഞാൻ സ്വിഗ്ഗിയിലാണ് മറ്റേ ഇതിലൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെ ഫോൺ ചെയ്തിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറയും മല്ലിയില സ്പ്രിംഗ് ഒനിയൻ സെലറി ഇടുന്നത്, അപ്പം തന്നെ ആളെ മനസ്സിലാവും അല്ലേ? ഞാൻ സാധാരണ ഓർഡർ ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ കടായി പനീർ, കടായി പനീർ ഒന്ന്, പിന്നെ ചപ്പാത്തി പോലെ ചപ്പാത്തി പനീർ ഒന്നും പറഞ്ഞില്ല. അതിന് നമുക്കൊരു ചില്ലി ഗോബി, ചില്ലി ഗോബി ഡ്രൈയും, ചില്ലി ഗോബി ഡ്രൈയും ഒരു കടായി പനീറും, രണ്ടു പേർക്ക് ചപ്പാത്തി. അപ്പം മറ്റേതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, മല്ലിയില സ്പ്രിംഗ് ഒനിയൻ സെലറി ഇതൊന്നും ഇടണ്ട. ഓക്കെ, പിന്നെ നമ്മൾ നല്ല തിരക്കുള്ള സമയത്താണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ആംബിയൻസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇച്ചിരി ശബ്ദം ഉണ്ട്. ഒരു സൈഡിൽ കിച്ചന്റെ ശബ്ദം, ഒരു സൈഡിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ശബ്ദം. കറക്റ്റ് ഊണ് കഴിക്കാൻ എല്ലാവരും വന്നിരിക്കുന്നത്. ഭയങ്കര ആംബിയൻസ്. ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിലായ ഇതിന് പുറത്തെ പിന്നെ ഒരു മരത്തിന്റെ കസേരയും ഇതൊക്കെ ആയിട്ട് വെച്ചതോട്ടെ ഭയങ്കര രസമാണ്. ഒരു സന്ധ്യാസമയത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ലൈറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ ജിഷൻ ചേട്ടാ സാധാരണ ഇതുപോലെ ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടേക്കാണോ കൂടുതൽ വരാറുള്ളത്, അതോ ഇതുപോലെ തന്നെ കുറെ വെജ് ഹോട്ടൽസ് ഒക്കെ കണ്ടുപിടിച്ചു? നോൺ വെജിറ്റേറിയൻ കൊടുക്കുന്ന ഹോട്ടൽസ് കയറിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല, അവിടെ നിന്ന് കഴിക്കും. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ എല്ലാവരുടെയും വിചാരം ഞാനൊരു നോൺ വെജ് ആയിട്ട് ആണ് എന്നെ തോന്നുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നോൺ വെജ് ആയിട്ടാണ് തോന്നുന്നു. താങ്ക് യു ചേച്ചി. പിന്നെ ഗ്ലാസ് ഓക്കെ. പിന്നെ അങ്ങനെ എങ്ങനെ തോന്നുക, പക്ഷേ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ മറ്റേ നരകക്കോഴിയൊക്കെ ഇല്ലടാ വലുത്, ഏത് ഇങ്ങനെ കറക്കുന്ന ഈ നരകക്കോഴി ഒരു ഫുള്ള് നരകക്കോഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വരത ഒറ്റ പിന്നെ മൊത്തം തിന്നും. ഷവായി നരകക്കോഴി ഞാൻ പറയാം അല്ലേ, അത് മുഴുവൻ ഇരുന്ന് അവള് കഴിക്കും. അല്ലെ 4 നേരം ചിക്കൻ ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അല്ല അതൊന്നും പ്രശ്നമില്ല. നമ്മള് പക്ഷേ എനിക്ക് ഫിഷിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. ബാക്കിയുള്ള ചിക്കൻ്റെയും അങ്ങനത്തെ ഒക്കെ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നോൺ വെജ് കഴിച്ച് നോക്കണമെന്ന്? അത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയോ സീരിയലിന് വേണ്ടിയോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അമല ചെയ്യുന്ന സമയത്ത് ബീന ചേച്ചിയാണ് എൻ്റെ അമ്മ. അപ്പം മോൻ വരുന്ന ദിവസം അമ്മ മോനെ ഊട്ടാൻ വേണ്ടി ചിക്കൻ ബീഫ് അത് ഇത് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് മോനെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഊട്ടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇതിനാണെങ്കിൽ ജോയ്സ് സാറായിരുന്നു റൈറ്റർ. ജോയ്സ് സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞ സാധനം അതേപോലെ തന്നെ ഉണ്ടാവണം കറക്റ്റായിട്ട്. അങ്ങനെ എനിക്ക് ചോറും ഇതൊക്കെ വെച്ചിട്ടേ താങ്ക് യു ചോറും ഇതൊക്കെ വെച്ചിട്ടേ ഫുള്ള് നിറച്ച് വെച്ചിരിക്കുക. ഞാൻ പറയും എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഈ ഇത്രയാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കുറച്ച് മോര് കറി ഒഴിച്ചിട്ട് അതിന്ന് കഴിക്കുന്ന രീതിയിലാണ്. ചിക്കൻ കഴിക്കുന്ന സീൻ വല്ലതും പറഞ്ഞെങ്കിൽ എന്നാ ചെയ്തത്? ചിക്കൻ കഴിക്കുന്ന ഒരു സീനിലുണ്ടായിരുന്നു. ഏതോ ഒരു സീനിൽ വെള്ളമടിക്കുന്ന സീന് ചിക്കൻ കടിച്ച് പറിക്കണം. ആർട്ട് ഡയറക്ടർ മിടുക്കനായതുകൊണ്ട് അവൻ നല്ല തെർമോക്കോളിൽ ഒറിജിനൽ ചിക്കനെ വെല്ലുന്ന ചിക്കൻ പീസ് എനിക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ അതെടുത്തിട്ട് പിന്നെ വെള്ളടിക്കുന്ന സീൻ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അത് ചിക്കൻ കഴിക്കുന്നത് മാത്രമേ ഞാൻ വെള്ളം അടിക്കാറുണ്ട്. ഞാൻ അടിക്കാറുണ്ടാവില്ല, പണ്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കേഷനിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളപ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. കഴിക്കാത്ത ആളൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ ആയിട്ട് ഒരു 4-5 മാസമായിട്ട് ഞാൻ ഈ ബോഡി കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും റീസൺ കൊണ്ടാണോ? അതായത് പുതിയ തടിയുള്ള സമയത്ത് കണ്ടില്ല നമുക്കിനി മെല്ലെ കഴിച്ചു തുടങ്ങാം. നമുക്ക് അതാണ് അതിന്റെ ഐറ്റംസ് കുറച്ചുകൂടെ ഉള്ളത്. സാലഡ് വരെ കുറച്ച് ഐറ്റംസും കൂടി വരാനുണ്ട്. ക്ലിയർ ആയിട്ട് താങ്ക് യു. കുറച്ച് സ്റ്റാർട്ടർ പോലെ കഴിക്കാം അല്ലേ? എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, ഗാർലിക് ഒക്കെ. ആണോ? ഗാർലിക് ഒക്കെ എടുത്തോ. ഇവിടെ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് സ്റ്റാർട്ടർ പോലെ. ശനിയേ ചപ്പാത്തി ഇത് കഴിഞ്ഞില്ല. ലൈവ് ഐസ് വേണ്ട, എനിക്കും വേണ്ട. ഞാൻ അന്ന് ഐസ്ക്രീം വാരിക്കൊരു തിന്നിട്ടില്ല. ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ, ജിഷ്ണയുടെ കുക്കിംഗ് വേറെ ലെവല് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇവിടെ ചാറ്റ് മസാല അതെ, അത് ഏതോ 1-2 ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ചാറ്റ് മസാല ഇട്ടു. അതിനാണെങ്കിൽ സമ്മാനം കിട്ടി. സമ്മാനം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കുന്നതാണ് ഈ ചാറ്റ് മസാല. നമ്മളുണ്ടാക്കും. അയ്യോ സരിതയ്ക്ക് സരിതയ്ക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയണം. എന്ന് വെച്ചാൽ അവള് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ചേച്ചി ഉള്ളപ്പോൾ കുക്ക് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സാധനങ്ങളാക്കും. പിന്നെ എനിക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ ഭയങ്കര. വൈകുന്നേരത്തെ ചായക്കട കടിയുണ്ടല്ലോ, അതിൽ ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ഞാൻ ഉണ്ടാക്കാം. ചെറിയ ബോണ്ട, അത് ഈ സ്റ്റൈലല്ല, ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ കർണാടക സ്റ്റൈൽ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഐറ്റംസ് ഉണ്ടല്ലോ, അതാണ് പരീക്ഷിക്കാറ്. കൂട്ട് നമ്മളിപ്പോൾ ഒരു പരിപ്പോട ഉണ്ടാക്കുന്നുണ്ട് തന്നെ, അത് എൻ്റെതായ രീതിയിൽ മാറ്റിയിട്ട്. സാധാരണ നീ ഒരു പരിപ്പോട കഴിക്കുമ്പോൾ ഇതിലുള്ള പിന്നെ കറിവേപ്പില അതടക്കം എടുത്ത് കളയണ്ടേ. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയാം, ഇതൊക്കെ കൂട്ടി അരച്ചിട്ട് അങ്ങനെ ഇതിൽ മിക്സ് ചെയ്യും. നല്ല സ്പൈസി ആയിട്ടുള്ള ഇതിന്ന് ഒരു പീസ് പോലും നിങ്ങൾക്ക് എടുത്ത് കളയേണ്ടി വരില്ല. അങ്ങനെ ചെയ്താൽ മതി, സുഖമാണത്, നല്ല രസമാണ്. നമ്മൾ എന്തായാലും ഇപ്പൊ ലഞ്ച് കഴിച്ചിട്ട് പുറത്തേക്ക് ഒരു ഇറക്കം ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. കാരണം ഇവിടുത്തെ ഈ സൗണ്ടിൽ ചോദിച്ചാൽ നിങ്ങൾക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പൊ വേഗം ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് പുറത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ? ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ലഞ്ച് സൂപ്പർ ആയിരുന്നല്ലേ? അല്ലേ? നമ്മൾ ഇവരെല്ലാവരും ഇവിടുന്ന് അവിടെ നിന്ന് കഴിച്ചായിരുന്നു. നല്ല ഫുഡാണ് അവിടുത്തെ. പിന്നെ നമുക്ക് ഇനി നല്ല മാക്സിലോട്ട് പോകാം. ഞാൻ മാക്സിൽ നിന്നാണ് ഞാൻ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ എടുക്കാറുണ്ട്. മാക്സിൽ നിന്ന് മാത്രമല്ല, അപ്പോൾ മാക്സിൽ എൻ്റെ ഒരു സുഹൃത്ത് ആയിരുന്നു അവിടുത്തെ മാനേജർ. ഇപ്പോൾ അവൻ അവിടെയല്ല. ഇപ്പോൾ വിളിച്ചപ്പോഴാണ് പറഞ്ഞാൽ അവൻ അവിടുന്ന് മാറി എന്ന് പറഞ്ഞു. പ്രജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് ആയിരുന്നു മാനേജർ. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ടൊക്കെ എടുക്കാറുണ്ട്.
അപ്പൊ ഷോപ്പിംഗ് ആയിട്ട് മാക്സിലേക്ക് പോകും. ഷോപ്പിംഗ് ആയിട്ട് നമ്മൾ മാക്സിലേക്ക് പോകും. ഓക്കെ, അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ അടുത്ത് ഹോട്ടലിൽ വെച്ച് പറഞ്ഞു കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ പിന്നെ സബ്ജി അല്ല ഇതുണ്ടാക്കും സ്നാക്സ് കന്നഡ ആയിട്ട് ബന്ധം എന്താണ്? ബാംഗ്ലൂർ കന്നഡ ഞാൻ അല്ല ബാംഗ്ലൂരായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ബാംഗ്ലൂരായിരുന്നു ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഈ ഫീൽഡിന് മുമ്പ് എന്ത് ഫീൽഡിലായിരുന്നു? ഈ ഫീൽഡിന് മുമ്പ് ഞാൻ ബാങ്കിങ് ഫീൽഡായിരുന്നു. അങ്ങനത്തെ ഒരു വലിയ ഫീൽഡ് കളഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു വലിയ ഫീൽഡ് മാത്രമല്ല, അവിടെ ഞാനൊരു MNCയുടെ ഡിമാക് റെയിൻസ് ആൻഡ് കോമ്പണൻസ് എന്ന് പറയുന്ന ഒരു MNCയുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു സൗത്ത് CSO ലെവലിലായിരുന്നു എൻ്റെ ജോലി. നീ എൻ്റെ വിചാരിച്ചത് നീ വെറും ചില്ലറക്കാരനാണെന്ന് വിചാരിച്ചത്. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പകുതി, കർണാടക പകുതി, മൊത്തം എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് കയറിയാണ്. ഞാൻ 9 വർഷത്തോളം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലത്ത് ആദ്യം ICICI ബാങ്കിൽ വർക്ക് ചെയ്തു, പിന്നെ SBIയിൽ വർക്ക് ചെയ്തു, ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു, അങ്ങനെ കുറേ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് അവസാനം ഡിമാക് റെയിൻസ് ആൻഡ് കോമ്പണൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സീരിയൽ, എൻ്റെ ഫസ്റ്റ് സീരിയലിൽ എനിക്ക് ചാൻസ് കിട്ടിയത്. ഓട്ടോഗ്രാഫാണ് ഫസ്റ്റ് സീരിയൽ. ഓട്ടോഗ്രാഫിൽ പണ്ട് എനിക്ക് തോന്നുന്നു ഷാലുവിന്റെ റോളാന്ന് തോന്നുന്നു. എന്നെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം സീനിയർ ദാൻ മീ. എന്നെക്കാളും സീനിയർ അല്ല നീ. ഷാലുവും ഞാനും ആ സമയത്ത് വേറെ ഒരു ചാനലിൽ നമ്മൾ മറ്റേ ഫോണിൻ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാനും ഷാലും തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. അപ്പൊ എന്നെ ആദ്യം അതിന് വിളിച്ചു. അപ്പൊ അന്ന് സീരിയൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം അയ്യോ വേണ്ട, കാരണം അത് അഭിനയത്തിലേക്കാണ്, അത് എനിക്ക് ഒട്ടും പറ്റില്ല, ഞാനും ചെറുതല്ലേ. അപ്പം ഓട്ടോഗ്രാഫാണ് നിങ്ങളുടെ ആദ്യത്തെ സീരിയൽ. അപ്പൊ അതിലായിരിക്കും നമ്മുടെ രഞ്ജിത്താണ് എന്നെ കൊണ്ടുവന്നത്. രഞ്ജിത്ത് ഞാനും കളിക്കൂട്ടുകാരാണ്. ഞാനും അവനും കണ്ണൂർ ഒന്നിച്ചായിരുന്നു. അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ അങ്ങനെ വിളിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി. ഞാൻ വിചാരിച്ചു എൻ്റെയൊക്കെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ച ഒരു ചെറിയൊരു റോള് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് തല കാണിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ തല കാണിക്കാൻ വേണ്ടി പോയതാണ്. പോയി പിന്നെ ആ ക്യാരക്ടർ അങ്ങ് ബിൽഡപ്പായി, അത് വില്ലനാക്കി മാറ്റി അവർ. എന്നുവെച്ചാൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നിയപ്പം റൈറ്റർ കൂടുതൽ എഴുതി അങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡപ്പാക്കി. അയ്യോ അങ്ങനെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരിക്കലും വിചാരിക്കാത്ത ആളായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ നല്ലോണം, എൻ്റെ ചേട്ടൻ്റെ പേര് ജിതേഷ് മോഹൻ എന്നാണ്. 2 പേരാണ്. എൻ്റെ ചേട്ടൻ ഇപ്പം ബാംഗ്ലൂരിൽ ഒരു സ്കൂൾ മാഷാണ്. അവൻ നല്ലോണം പഠിക്കും, നല്ലോണം പാട്ട് പാടും, നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്. അവനിപ്പം BCCIയുടെ ലെവൽ 1 അമ്പയറാണ്. എന്നുവെച്ചാൽ ലെവൽ 1 അമ്പയർ എന്ന് പറഞ്ഞാൽ അമ്പയർ ആവുന്ന ചില്ലറ കാര്യമല്ല. എന്നുവെച്ചാൽ ഇതിന് ഇത്രയും പഠിക്കാനുണ്ട്. ഇതിന് പഠിച്ചാൽ അവരുടെ പരീക്ഷ എഴുതുന്നതിൽ ഓരോ തെറ്റുണ്ടെങ്കിലും മൈനസ് മാർക്ക് വരിക, അങ്ങനെയാണ്. അങ്ങനെ പഠിച്ച് അവൻ നല്ലൊരു ജോലി. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ എത്തിപ്പെടേണ്ടവൻ അവനായിരുന്നു. അപ്പം എനിക്ക് ഒരിക്കലും ഞാൻ ഈ ഫീൽഡിലെത്തുന്നു വിചാരിച്ചു. എന്നുവെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തേ ഞാൻ ഈ ഗ്രീൻ റൂമിൻ്റെ പുറകെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന പെമ്പിളരെ വായി നോക്കാനല്ലാതെ ഞാൻ ഈ സ്റ്റേജിൽ കയറുന്ന പരിപാടിയൊന്നുമില്ല. എനിക്ക് കയ്യും കാലും പിറക്കും. ആദ്യമൊക്കെ കുറേ നാൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, കയ്യും കാലും പിറക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ എനിക്ക് രഞ്ജിത്തൊക്കെ നിൻ്റെ സുഹൃത്തല്ലേ, എനിക്ക് ഈ സീരിയലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്നെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു, അവൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ലൊക്കേഷനിൽ പോയവനാണ് ഞാൻ. അങ്ങനെ എന്നിട്ട് ഞാൻ ഇവരുടെ കൂട്ടത്തിലൊക്കെ പിന്നെ ശരത്ത്, അംബരീഷ്, ശ്രീകുട്ടി, സോണിയ, സോനാ നായർ. അപ്പോൾ അന്നൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ അവിടെ വന്ന് നോക്കി ആ ശ്രീകുട്ടി നല്ല സുന്ദരി പിള്ളേര്, സോനാ നായരുണ്ട് എൻ്റെ എന്നൊക്കെ ലഡു പൊട്ടി. അയ്യോ സോനാ നായരൊക്കെ ആദ്യമായിട്ട് കാണുക. ഞാൻ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ അന്ന് ഓർക്കൂട്ടാ, ഫേസ്ബുക്ക് വരുന്നതേ ഉള്ളൂ ആ ഒരു സമയം. ഓർക്കൂട്ടിൽ ഞാൻ എന്ത് ചെയ്യും, വേഗം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നോക്കുമ്പോൾ അതിന് ഭയങ്കര ലൈക്ക്. നീ ഇത്ര ഇല്ല, ഞാൻ ചേട്ടാ ഇവരുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തിട്ട് കഴിയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ റീച്ച് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ നേരിട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും. പിന്നെ ഞാൻ ഇവനെ വിളിക്കും, രഞ്ജിത്തിനെ വിളിച്ചു, ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവസാനം ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്നൊരു കോൾ വന്നിട്ട് പറഞ്ഞേടാ നിൻ്റെ ഫോട്ടോ നാളെ ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ച് വേഗം എത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെന്ന് ആദ്യം ഇല്ല റിസൈൻ ചെയ്തില്ലായിരുന്നു. അത് ഒരു 10 ദിവസത്തേക്ക് ഞാൻ സുഖമില്ല, അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. പിന്നെ ഞാൻ ആ ഒരു 10 ദിവസം ഷെഡ്യൂൾ ഞാൻ എല്ലാവർക്കും എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഇനി എപ്പോഴെങ്കിലും കാണാം. അപ്പം കൺട്രോൾ ജിഷ്ണെ അടുത്ത മാസം 10-ാം തീയതി മുതൽ ആണ് കേട്ടോ, 10-ാം തീയതി മുതൽ 10 ദിവസം ഉണ്ടേ. ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ ഞാൻ ഇനി എന്നെ കിട്ടൂല, ഇതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വരണം. ഞാനിത് പിന്നെ പോയി പിറ്റത്തെ ഷെഡ്യൂളിൽ ഞാൻ പറയാതെ വന്നിട്ട് അടുത്ത ഷെഡ്യൂളിന് മുമ്പേ ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെ ചെന്ന ഉടനെ അവർ പറഞ്ഞു, മാനേജർ പറഞ്ഞു ജിഷ്ണെ ഒരു കാര്യം ചെയ്യാം,
ഞാൻ ഇന്നും കൂടി ലാസ്റ്റ് ഡേ ആയിരുന്നു, ഇന്നും കൂടി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്നും കൂടി നീ വന്നില്ലെങ്കിൽ ഞാൻ മെയിൽ അയക്കാൻ വേണ്ടി പോകായിരുന്നു. ഞാൻ ടെർമിനേഷൻ ലെറ്റർ റെഡിയാക്കാൻ വേണ്ടി പോകായിരുന്നു. ഒന്നുകിൽ ഞാൻ ടെർമിനേഷൻ ലെറ്റർ തരും, അല്ലെങ്കിൽ നീ എനിക്ക് റെസിഗ്നേഷൻ ലെറ്റർ താന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് റിസൈൻ ചെയ്തു. അങ്ങനെയാണ് ഈ ഫീൽഡിൽ. എപ്പോഴെങ്കിലും മിസ് ചെയ്യോ ജോലി? മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ ഈ വർക്കില്ലാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ദൈവമേ ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച സമയങ്ങളുണ്ട്. സത്യമാണ്, ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതെനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഈ മെക്കാനിക്കൽ ലൈഫാണ്. രാവിലെ ജോലിക്ക് പോവുക, വൈകുന്നേരം വരിക, ശനി ഞായറും ഫ്രീ ആയിട്ടിരിക്കുക. ഒരിക്കലും പറ്റാത്തൊരു പരിപാടിയാണ് എന്നെ പോലെയുള്ളവർക്ക്. എനിക്ക് പറ്റിയ ഫീൽഡ് ഇത് തന്നെ. ഞാൻ വളരെ ആസ്വദിച്ചിട്ട് ചെയ്യുന്ന വർക്കാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. മാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മാക്സിൽ കയറിയിട്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയിട്ട് ബാക്കി എനിക്കറിയത്തില്ലാത്ത. പിന്നെ മാക്സിന്നാണ് നമ്മളിപ്പം, അല്ല ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോയത്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര സ്റ്റെപ്പൊക്കെയാണ്. അതെന്തായാലും പ്രേക്ഷകർ ഞങ്ങളുടെ ഷോപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. മാക്സിന്ന് എന്താ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മാക്സിന്ന് മാക്സിമം ഡ്രസ്സ് എടുക്കാനാണ്. മാക്സിമം ഡ്രസ്സ് നമ്മളിന്ന് എടുത്ത് എപ്പോഴും നല്ല ഓഫേഴ്സ് ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ടാവും. ഇതിൽ മിക്കവാറും ഓരോ സമയത്ത് ഓരോ ഓഫറായിരിക്കും അല്ലേ? ചില സമയത്ത് 50%, ചിലപ്പോൾ 1 buy 1 get 1 buy 2 get 1. നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞാലോ? ഞാൻ നേരെ താഴെ നിങ്ങൾ മേളിൽ, ഞാൻ നീ നിന്റെ സെക്ഷനിലോട്ട് പോക്കോ, ഞാൻ എൻ്റെ സെക്ഷനിൽ ഞാൻ കയറി മേഞ്ഞിട്ട്. എൻ്റെ സെക്ഷൻ എന്താ പറയുക? ഷോർട്സ്. ഷോർട്സും ടീഷർട്ടും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി മറ്റേ വൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാഗൊക്കെ ഷോർട്സ് ചെയ്യും. നല്ല ഐഡിയ അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ജീൻസ് ഷോപ്പാണ് ഞാൻ സെലക്ട് ചെയ്ത് ഷോപ്പ് ചെയ്യാൻ പോണേ. ഇപ്പോൾ ജീൻസ് എത്ര സൈസ് എത്രയാ? പൈസ വേസ്റ്റ് എടാ ബൈ. ഇത് ഭയങ്കര വിഷമമുള്ള കാര്യം എന്താ അറിയോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വലിച്ചു വാരിയിരുന്നു. എനിക്കത് ഇഷ്ടമല്ല. അവിടെ ഷോപ്പിങ്ങിന് പോകാറില്ല. ഞാൻ വീട്ടിൽ കൊണ്ട് തരുവാണ്. അല്ലല്ല, ഞാൻ ഓൺലൈൻ നോക്കുകയുള്ളൂ. ഞാൻ ഷോപ്പിംഗ് വളരെ റെയറാണ്. പക്ഷെ അത് എനിക്ക് എതിരാ. ഓൺലൈനാണ്. നമ്മൾ ഈ അല്ല ബാക്കിയുള്ളവർ പോട്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ചെയ്തു. കാരണം എനിക്ക് ഒന്നാമത് ഇത് 34 ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എടുത്താൽ ഇത് കുറച്ച് സ്മോക്കി എഫക്റ്റ് ഉള്ളതാണ്. നമ്മൾ ഈ അലമ്പത്തരം പറയുന്ന പ്രേക്ഷകർ കാണണോ? ഞാൻ സ്മോക്ക് ചെയ്യാറില്ലെന്ന്. അല്ല അതാ പറഞ്ഞേ. കം ഗൈസ്, നമ്മൾ സൈലന്റ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ സൈലന്റ് ആയിട്ട് ഷോപ്പിംഗ്. എനിക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി നോക്കും. എൻ്റെ ചെറുക്കനെ അപ്പോൾ നമുക്ക് അവിടെ പോയി എടുത്തിട്ട് അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് പോയിട്ട് ബില്ലിക്കാക്കിയിട്ട് പോവാം. ഓക്കെ യാ. ഒരു ദിവസം മൊത്തമായി എനിക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. ടയർഡായി. അപ്പോൾ എനിക്ക് നല്ലൊരു പരിപാടിയുണ്ട്. എന്താ ചേട്ടാ അറിയോ? എനിക്കറിയാം, എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജിമ്മ്. ഞാൻ ജിമ്മിൽ വൈകുന്നേരം പോവാറുണ്ട്. വൈകുന്നേരം എന്ന് വെച്ചാൽ ഈ രാവിലെ ഉറങ്ങി എഴുന്നേക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഓക്കെ. ചിലരുണ്ട് ചെറുപ്പകാലം മുതലേ ഈ 5 മണിക്ക് എഴുന്നേറ്റ് ശീലമുള്ളവരെ, അവർക്ക് എപ്പോഴും ഈ പണി കിട്ടാറുണ്ട്. ഇപ്പൊ രാവിലെ 5 മണിയാകുമ്പോൾ ഉറക്കം എഴുന്നേക്കും. വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലേ? ആരും ഉദ്ദേശിച്ച മനസ്സിലായോ? പിന്നെ നീ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങിയാലും നീ 5 മണിക്ക് എഴുന്നേക്കൂലേ? അങ്ങനെ ഞാൻ വിചാരിച്ചു ജിമ്മിൽ പോകുന്നതിന്റെ കാര്യത്തിലാണ്. ജിമ്മിൽ പോകുന്ന എനിക്ക് ഇച്ചിരി ഭയങ്കര മടിയാണ്. എനിക്ക് രാവിലെ പോകാൻ മടിയാണ്. ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ട് പോകും. പോയിട്ട് ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങും. ഇന്ന് പക്ഷേ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നമ്മുടെ ആശാൻ ജിൻഡോ അദ്ദേഹം
ഇന്ന് വന്ന് തുറന്നു. ജിൻഡോ ചേട്ടനോ? ആ പിന്നെ ബോഡി ക്രാഫ്റ്റ് എന്താണ് അതിന്റെ പേര്? ജിൻഡോ ബോഡി ക്രാഫ്റ്റ് അല്ലേ? ജിൻഡോ ചേട്ടനെ അറിയുന്നത്. ജിൻഡോ ചേട്ടൻ ഇപ്പൊ അവിടെ ചെല്ലുമ്പോ എന്നെ കൊല്ലും വെക്കാറ്. പട്ടത്തെ ജിൻഡോ ചേട്ടന്റെ ജിമ്മിൽ ഞാൻ പോയി ജോയിൻ ചെയ്യാൻ ജിൻഡോയുടെ ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ? എല്ലായിടത്തും തീരും. ആ തിരുവനന്തപുരത്ത് നമുക്ക് മെയിൻ ആയിട്ട് കോഴിക്കോടുണ്ടോ? ഇല്ലല്ലോ. കോഴിക്കോടില്ല. ആ ഓക്കെ. ട്രിവാൻഡ്രത്ത് ജിസിൻ ഇനി ഷൂട്ടിനുള്ളപ്പം പോവോ? ആ ഞാൻ ജിൻഡോയുടെ അടുത്ത് പോകാറുണ്ട്. അവിടെ ഈ 1 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടോ? അല്ല 1 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടല്ല, ഞാൻ ഈ വരുന്ന ദിവസം ഇതുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മള് താമസിക്കുന്ന അവിടെ തന്നെ ജിമ്മില്ലേ, അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് അനക്കിയിട്ട് ഒന്ന് എല്ലാ പാർട്സും ഒന്ന് കളിച്ചിട്ട്. എല്ലാരും ജിമ്മിൽ പോകുന്നുണ്ട്, ഞാനും ജിമ്മിൽ പോയാലോ നൽകുക. നീ ജിമ്മിൽ പോണം. എനിക്ക് കുറച്ചും കൂടി ശരിയാവാൻ. അപ്പൊ ഞാൻ ജിമ്മിൽ പോവാണ് ഗൈസ്. ചിലവരുടെ ഈ സ്വഭാവം മാറാനൊക്കെ നല്ലതാ. അത് നീ സ്വഭാവം മാറണ്ട, നീ നല്ല കുട്ടിയാണ്. ഞാൻ പൊളിയല്ലേ? നീ പൊളി എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഇനി ജിമ്മിലേക്കാണ് പോകുന്നത്. ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആവേശം. എന്നെ കൊല്ലരുത്, ഞാൻ വരാതെ പറഞ്ഞു മുങ്ങിയിട്ട് പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇല്ലെങ്കിൽ കോഴിക്കോടുകാർക്ക് വിഷമമാവില്ല, അവിടെ കല്യാണം കഴിച്ച് വിട്ടതും പോരാ, അവിടുത്തെ സൽക്കാരം കാരണം ഇവിടെ ഇങ്ങനെ ബിരിയാണി ഉണ്ട്, പിന്നെ ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി അരിപ്പത്തിരി എന്താന്ന് വിചാരിച്ചിട്ടാ ചെത്തി കളഞ്ഞിട്ട് അവരുടെ പെരുന്നാളിന് നിന്ന് നമുക്ക് കൊടുക്കാം. എന്നെ കൊണ്ട് അങ്ങ് വെച്ചാ മതി. അയ്യോ ഒരു ഷെഡ്യൂളിനെ നമ്മൾ എല്ലാവരോടും പ്ലാൻ ചെയ്തു, എല്ലാവർക്കും ഒന്ന് കൺട്രോൾ. കാരണം ഞങ്ങളുടെ ഷൂട്ട് എന്ന് പറയുന്നത് ഫുഡിന്റെ ഷൂട്ടാ, പക്ഷെ വാക്ക് പാലിച്ച് വന്ന ജിസിൻ ചേട്ടൻ മാത്രം. ജിസിൻ ചേട്ടൻ മാത്രം വെഞ്ചി അത് ഫേസ് ഒക്കെ ഇത് തന്നെ. എനിക്കൊന്ന് ഈ മറ്റേ ഫാറ്റ് ഉണ്ടല്ലോ, ബാഡ് ഫാറ്റ്, ഈ പൊട്ട ഫാറ്റ് എന്ന് പറയുന്നത്, ആ ഷർട്ടൊക്കെ അങ്ങ് ഊരി കാണട്ടെ നിങ്ങൾ മസിൽസ്. ആയില്ല, അത് ഒരു 2 മാസം കൂടി കേട്ടല്ലേ നമ്മള് പോസ് ചെയ്തിട്ട് ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ. മറ്റു സീനാണോ? പിന്നെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി തെറിഞ്ഞിട്ട് ബോഡിയിൽ അതെ. പിന്നെ ഒരു കുതിരനെ അല്ലെ പശുവിനെ കിട്ടുമെങ്കിൽ ഇങ്ങനെ തടവിട്ട് ഇങ്ങനെ ഞാനും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കിട്ടില്ല. ആശാനില്ലാത്ത പരിപാടിയില്ല. പക്ഷെ ആശാനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊന്നും പറഞ്ഞാൽ അപ്പുറം ഇഷ്ടംപോലെ പറയാനുണ്ട്. പലരുടെ കൂടെ ഞാൻ ഇവിടെ വന്ന് പല രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആശാനെ പറ്റി ആശാന്റെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ആശാന്റെ പുതിയ വിശേഷങ്ങൾ ഞാൻ പറയട്ടെ, ഓരോ വിശേഷങ്ങളായിട്ട് ഞാൻ പറയാം. ആശാന് നമ്മളെ ഇവിടെ എറണാകുളത്ത് മാത്രമല്ല ട്രിവാൻഡ്രത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്, ജിൻഡോസ് ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് പട്ടത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള മെഷീനറീസ് വളരെ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുടെ അടിപൊളി മെഷീനറീസ് ആണ്. ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് ആശാൻ നമുക്ക് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ട്രിവാൻഡ്രത്തുള്ള ഇവിടെ ഇനി അത് മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാളീസും പിന്നെ നമ്മളെല്ലാരും കേൾക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനൊക്കെ പോയിട്ടുള്ള മറ്റേ എന്താ USA എന്ന് പറയുന്നത് അല്ല, USA അല്ലേ? അമേരിക്കയിലാണ് അടുത്ത ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ആശാന്റെ എക്സ്ക്ലൂസീവായി. അതിനുശേഷം കാനഡയിൽ അടുത്ത വരാൻ വേണ്ടി പോവാണ്. അത് അപ്പൊ എന്താ നമുക്കുള്ള ഗുണം അറിയോ? നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ വരെയൊക്കെ പോയിട്ട് കാനഡയിൽ പോകും. 10 പേരെ ഇവിടെ കൊണ്ടുവന്നുണ്ടോ? ഞാനൊരു നല്ല ഐഡിയ പറയാം. ഇവരൊക്കെ ഓൾറെഡി മെലിഞ്ഞതല്ലേ, എന്നെ എക്സ്പെരിമെന്റിന് വേണ്ടി ഇവിടുന്ന് കൊണ്ടുവന്നു. 1 മാസം അവിടെ നിർത്തുക, അവിടുന്ന് റെഡിയാക്കി അല്ലേ? അത് നല്ലൊരു. അങ്ങനെ ഏത് സെലിബ്രിറ്റി വരും? എല്ലാരും പറയും സിനിമയുണ്ട്, ഞാൻ റെഡി, എനിക്കൊന്നും വേണ്ട. എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, താമസം തരുന്നു, ഫുഡ് തരുന്നു, അത്യാവശ്യം. അതായത് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജിമ്മിൽ വേണ്ടല്ലോ. എത്ര മണിക്കൂർ ഞാൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും? 1 അവർ മതി. ബാക്കി ദിവസം നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാം. ഡീല് ഞാൻ ഡീൽ ചെയ്യും. അപ്പൊ നമുക്ക് നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നതിനെക്കാട്ടും എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് എന്താ പറയാ, കുറച്ച് ആഹാരക്രമവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഞാനെന്ത് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. 82 കിലോ ഉണ്ടായിരുന്നു. 82 കിലോ ഒക്കെ എനിക്ക് ഭയങ്കര ഓവർ വെയിറ്റ്. എൻ്റെ ഹൈറ്റിനൊക്കെ അനുസരിച്ച് ഓവർ വെയിറ്റ് ആണ്. ഒരു 70-72 എനിക്ക് ഉണ്ടാവാൻ പാടുന്നു. അത് ഇപ്പോൾ 75 എത്തി. 75 എന്താ വെച്ചാൽ വന്നിട്ട് അങ്ങ് മരിച്ച്
കൊല്ലാക്കൊലയൊന്നും ചെയ്യൂല, നമുക്ക് പറ്റുന്ന രീതിയിൽ വന്നിട്ട് ഞാൻ വിചാരിക്കും കുറേ അങ്ങ് ചെയ്താലോ എന്ന്. അപ്പം പറയും എന്റർടൈൻമെന്റ് ആണ്. വന്ന് പാട്ടൊക്കെ ഇട്ട്. പിന്നെ നമ്മുടെ അക്ഷയ് ഉണ്ട് ഇവിടെ. പിന്നെ ആരൊക്കെയുണ്ട് വേറെ ഇപ്പൊ പുതിയതായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിരിക്കാം? ലേഡി ട്രെയിനർമാർ, വേറൊരു ലേഡി ട്രെയിനർ വന്നിട്ടുണ്ട്. ആള് ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവൽ ക്രിക്കറ്റ് കളിച്ച ആളാണ്. കർണാടക ക്രിക്കറ്റ് ടീമിന്റെ സെലക്ടറാണ്. പിന്നെ നമ്മുടെ ജിമ്മ് തുടങ്ങിയ കാലം മുതൽ ഒരാളുണ്ട്, ഡ്രൈവറുണ്ട്, അക്ഷയ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും സെലിബ്രിറ്റീസ് ഹേമന്ത് ഉണ്ട്. ഹേമന്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ഹേമന്തിനെ ഇപ്പൊ കണ്ടാണ്ടല്ലോ നമ്മളെക്കാട്ടിലും ഇളയതൊരു ചെക്കനെ പോലെ ചോക്ലേറ്റ് ഉടനാണെന്ന് എല്ലാവരും അല്ല വന്ന് വർക്കൗട്ട് ചെയ്യുന്ന കാണണം. എപ്പോഴും ആശാന്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. എനിക്ക് പേടിയാ ഇവരുള്ള സമയത്ത് വരാൻ പറ്റും. ഇവരെ കൂടെ അങ്ങനെ പെട്ടുവരണം കേട്ടോ, നമ്മൾ ചാവും. പക്ഷെ നമ്മളെ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, അഥവാ ഞാൻ അധികം വെയിറ്റ് എടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി നിൽക്കും പറയും അത്രക്ക് വേണ്ട, ഇത് മതി. അന്ന് ഞാൻ കഴിഞ്ഞ ആ ക്രിസ്മസിന് അടുപ്പിച്ച് എനിക്ക് ജലദോഷമായിട്ട് ഞാൻ ജലദോഷത്തോടു കൂടി ഞാൻ വന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അക്ഷയ് എന്നോട് പറഞ്ഞു വർക്കൗട്ട് ചെയ്യണ്ട, എന്നിട്ട് ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് സാധാരണ നമ്മൾ പോകുമ്പോൾ ശരി കളിച്ചോ എന്ന് പറയും. വർക്കൗട്ട് ചെയ്യേണ്ട നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പനി വരും, ബോഡി പെയിൻ വരും, അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യരുത്. അങ്ങനെ നമ്മളെ കെയർ ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അല്ലാതെ ട്രിവാൻഡ്രത്ത് സൂരജ് ചെന്ന് കഴിഞ്ഞ് ഒരു രക്ഷയില്ല ഇവന്റെ ട്രെയിനിങ്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇത് മാത്രമല്ല, ട്രിവാൻഡ്രത്ത് മറ്റേ സുംബയുണ്ട്, കരാട്ടെ ഉണ്ട്, കളരി ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഓരോ ഫ്ലോറിലായിട്ട്. അല്ല ഇത് ഞാൻ ചെയ്യുന്നത്, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവും, കുറെ കൂടി ഫ്ലെക്സിബിൾ ആവും. ഈ ഫൈറ്റ് സീനൊക്കെ ചെയ്യുമ്പോഴേ എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ റെഡിയാക്കുന്നത്. നമ്മൾ ജിമ്മ് മാത്രം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്രോസ്ഫിറ്റ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഇവിടെയുണ്ട് ട്രിവാൻഡ്രത്ത്. അത് ഞാൻ വേണേ പരീക്ഷിക്കാം. നമുക്ക് ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ദിവസം അത് പൊളിച്ചു. അതെ, ഇതിന്റെ ഒരു വ്യത്യാസം എനിക്ക് അത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ തടിയുള്ളവർ പറയും കുറേ ഞാൻ ഒരു ദിവസം ഇത്രയും നേരം വർക്ക് ചെയ്യുന്നില്ലേ, ഞാൻ ഇത്രയും ദിവസം നടന്നിട്ടല്ലേ പോകുന്നത്, ഒരു ദിവസം ഞാൻ 10 മിനിറ്റ് നടക്കുന്നുണ്ട്, അല്ല അരമണിക്കൂർ നടക്കുന്നുണ്ട്, 2 കിലോമീറ്റർ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നടക്കുന്നതൊക്കെ എക്സസൈസ് തന്നെ. പക്ഷെ സംഭവിച്ചു, പക്ഷേ ഒരാളുടെ ശരീരത്തിൽ ഓരോ അവയവത്തിന് കൊടുക്കേണ്ട എക്സസൈസ് അത് ജിമ്മിൽ തന്നെ വന്നിട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും നമ്മളിരുന്ന് ഡ്രസ്സ് ഇടുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫൈറ്റ് സീനൊക്കെ മിക്കവാറും എനിക്ക് ഈ ഗുണ്ടയായിട്ട് അല്ലെങ്കിൽ വില്ലൻ വേഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മിക്കവാറും ഫൈറ്റ് സീൻസും ഇതൊക്കെ വരും. മുമ്പൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കുറച്ച്, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അല്ലെ പെട്ടെന്ന് എനിക്ക് തന്നെ അറിയാലോ, ഫ്ലോറിൽ നിന്ന് പെട്ടെന്ന് പോയി പുഷപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ആവേശത്തോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ്. പിന്നെ നമ്മൾ ഈ കൊറോണ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അടയ്ക്കുന്നത് ഈ ഫിറ്റ്നസ് സെൻ്ററാണ്. അത് ഫസ്റ്റ് അടയ്ക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളത് സർവീസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ സർവീസ് ചെയ്യുന്നത് അതിൻ്റെ ഹാർട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹാർട്ട് ഫങ്ഷൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തേ പറ്റും. അതിൻ്റെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതായത് ആദ്യം തന്നെ നമ്മൾ കയറി കൂട്ടുന്നത് ഫിറ്റ്നസ് സെൻ്ററാണ്. അതല്ല ശരിക്കും വേണ്ടത്. ശരിയാണ്. അവിടെ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, നല്ലതാണ്. അത് ഇതിനൊരു പരസ്യമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, പരസ്യമായിട്ട് പറഞ്ഞതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെൻസ് വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ തന്നെ അത് സർവീസിൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആ ഫങ്ഷൻസ് കുറേ ഇത്. പിന്നെ അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ആശാൻ നമുക്ക് വേണ്ടി മാത്രമായി വന്നിട്ട് ഇത് അല്ല, ഇന്ന് മാത്രമല്ല മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വിളിക്കും, ആശാനെ തുറക്കുന്നുണ്ട്. അപ്പോൾ പറയും ഹേമന്തുണ്ട് നീ വന്നോ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ കൂടെ വന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ വന്നു. അത് ആശാൻ പോലും വിശ്വസിച്ചില്ല ഞാൻ വരും എന്നുള്ളത് പുള്ളിക്ക് ഇതില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ വരാറുണ്ട്. അല്ലേ കറക്റ്റായിട്ട്. ഇന്ന് കുറച്ചൊന്ന് ശരീരം ഒന്ന് അനക്കണം. നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, വെറുതെ പറഞ്ഞാൽ പോരല്ലോ. 1-2 ശരീരം അനക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാൻ ഇന്ന്. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ആദ്യം പറയാം. പണ്ട് എൻ്റെ അപ്പൻ മറ്റേ മങ്കി ബാർ ഉണ്ടല്ലോ, അത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഹൈറ്റ് വെക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഹൈറ്റൊക്കെ ആയി കഴിഞ്ഞ് മങ്കി ബാർ മാറ്റി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് റോഹിത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ സോളാർ ഏറ്റവും മേളിലാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ലാഡറുണ്ട്, ഏണി. ആ ഏണീൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ വെറുതെ അത് ഇങ്ങനത്തെ ഏണിയാണല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തൂങ്ങി നിൽക്കും.
ആപ്സിന് നന്നായിട്ട് കിട്ടും 3 കമൺ ഞാൻ അറിഞ്ഞില്ല. 5. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ജിനിയേട്ടാ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ഡേ ആണെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. എന്റെ സത്യം പറഞ്ഞു, ഇത് വലിയ പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് എനിക്ക് അങ്ങനെയല്ല, സാധാരണ ആൾക്കാർ നിങ്ങൾ ഭയങ്കര മടിയനാണ്, നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്, ഭയങ്കര ദുഷ്ടനാണ്, പിന്നെ ഭീകരനാണ്, അങ്ങനെയൊക്കെ വൃത്തികേടനാണ് എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഭയങ്കര പാവമാണ്, പിന്നെ വെജിറ്റേറിയൻ ആണ്. നിങ്ങൾ ഒരു ദിവസം സാധാരണ ആൾക്കാരെ പോലെയൊക്കെയാണ്. സാധാരണ ആൾക്കാരെ ഇതൊക്കെ നമ്മൾ വെറുതെ ചാട കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോലെ ആക്കണ്ട എന്ന് വെച്ചാൽ ഞാൻ വരാറില്ല തന്നെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തുള്ള കടയിൽ പോയി, താഴത്തെ കടയിൽ പോയിട്ട് ഞാൻ പച്ചക്കറി എസ് എസ് സ്റ്റോറിൽ പോയിട്ട് നമ്മള് പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും, പാല് മേടിക്കാൻ വേണ്ടി പോകും. പക്ഷെ അതിനൊക്കെ നമുക്ക് ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ, നമുക്ക് ഒരു സ്പേസും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഈ കൊറോണയുടെ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. പ്രേക്ഷകരോട് എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റിലത്തെ ഒരു അനുഭവമായിരുന്നു. ഒരു ഡേ വിത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡേ ഇതൊന്നും അല്ല, ഇത് കുറേ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കാണിക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ ക്രൂ വന്നിട്ട് എന്നോട് കൂടി ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ ഓക്കെ എങ്ങനെയാണ്, അപ്പോൾ നമ്മളെന്താണെന്ന് ശരിക്കും പലർക്കും അറിയില്ല എന്തൊക്കെയാണെന്ന്. അത് ഓപ്പണായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിച്ചു. അത് വലിയൊരു സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു ദിവസം എനിക്ക് സമ്മാനിച്ചതിന് കൗമുദി ടിവിയോടും എൻ്റെ ഞാൻ എല്ലാ മാസം വരാറില്ലേ, അവിടെയും തരും. ട്രിവാൻഡ്രത്ത് നമ്മളൊരു ഷോ ഇവിടെയും ഉണ്ട്. പിന്നെ പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും? പുതിയ പ്രോജക്ട്സ് ഞാനിപ്പോൾ ചെയ്യുന്ന കന്യാദാനം ചെയ്യുന്നുണ്ട് സൂര്യ ടിവിയിൽ, പിന്നെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1-2 പ്രൊജക്ട് വരാനുണ്ട്. ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, അത് വന്നതിന് ശേഷം പറയാം. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഞാൻ പിന്നെ അവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയുകയാണ്, ഇനിയും ഈ ഇയർ തൊട്ട് ഒരുപാട് സിനിമകളും സീരിയലും ചെയ്യാൻ പറ്റട്ടെ. വാട്ട് എവർ യു ഡ്രീമിംഗ് ഫോർ, മേക്ക് ഇറ്റ് ഹാപ്പൻ. നമ്മളൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത ഷെഡ്യൂൾ മറക്കണ്ട, വന്നേക്കണേ. ഓക്കെ ശരി, ബൈ. ബൈ.